Are you not ashamed of selling India? You have sold our mother, Bharat Mata. Do you have no shame? The interesting thing is that I know that the Prime Minister would not sell India under normal circumstances. He will not do it. You know why he sold India? Because they are choking him. They've got a grip on his neck. Speaker साहब, मैंने बोला जब चोक लगाते हैं दूसरे व्यक्ति की आंख में देखते हो तो डर दिखता है सर, पीएम की आंख में डर दिखता है. एक सर एप्स्टीन केस सर, 3 million files are still locked up. उसका इस विषय से कोई संबंध नहीं. I will not allow you. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ സർക്കാരിനെ നിർത്തിപ്പൊരിച്ച് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി. ഇന്ത്യയെ നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് വിറ്റു എന്നാരോപിച്ച രാഹുൽ സാധാരണ ഒരു പ്രധാനമന്ത്രിയും ചെയ്യാത്ത കാര്യമാണിത് എന്ന് പറഞ്ഞു. അമേരിക്ക പ്രധാനമന്ത്രിയുടെ കഴുത്തിൽ പിടിമുറുക്കി ശ്വാസം മുട്ടിച്ച് നേടിയ ഡീലാണിത്. എപ്സ്റ്റീൻ ഫയൽസും ഗൗതം അദാനിക്കെതിരെയുള്ള കേസും സമ്മർദ്ദത്തിന് ആയുധമാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ പറഞ്ഞു. എപ്സ്റ്റീൻ ഫയൽസ് സഭയിൽ ഉന്നയിച്ചതിനെതിരെ BJP അതിശക്തമായ നിലപാട് പാർലമെന്റിനകത്തെടുത്തു. ഈ വിഷയം ഇന്ന് സൂപ്പർ പ്രൈം ടൈമിൽ ചർച്ച ചെയ്യുന്നു. ശ്രീ JR പത്മകുമാർ BJP, ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ്, ശ്രീ വി ശിവദാസൻ CPM MP, ശ്രീ മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ. ആദ്യം ശ്രീ JR പത്മകുമാർ, ഇന്ത്യയെ വിറ്റ നിങ്ങൾക്ക് നാണമില്ലേ എന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഭരണപക്ഷത്തിന്റെ മുഖത്ത് നോക്കി പാർലമെന്റിൽ ചോദിച്ചത്. സാധാരണഗതിയിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇങ്ങനെ ഒരു ഡീലിൽ സമ്മതം മൂളില്ല. ഇത് ഭീഷണി ഉണ്ടായതുകൊണ്ട്, അമേരിക്ക കഴുത്തിൽ പിടിമുറുക്കിയതുകൊണ്ട്, ശ്വാസം മുട്ടിയത് കൊണ്ട് സമ്മതിച്ചതാണ് എന്നാണ് പറഞ്ഞത്. ശ്വാസം മുട്ടിക്കാനായി എപ്സ്റ്റീൻ ഫയൽസും ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിലുള്ള കേസും ആയുധമാക്കിയെന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് കീഴടങ്ങി ഇങ്ങനൊരു ഡീൽ എന്ന് വിശദീകരിക്കേണ്ടി വരില്ലേ സ്വാഭാവികമായും? തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ധനകാര്യമന്ത്രി പ്രസംഗിച്ചിട്ടുണ്ട്, പാർലമെന്റിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുള്ള പെട്രോളിയം വകുപ്പ് സഹമന്ത്രി അദ്ദേഹവും അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വാചക കസർത്ത് എന്നുള്ളതിൽ പക്വതയില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവിന് യോജിക്കാത്ത കുറേ നിലപാടുകളും അതുപോലെ തന്നെ വാചക കസർത്തുമല്ലാതെ ഇതിലെന്താണ് ഉള്ളത് എന്നുള്ള കാര്യം ഇന്ത്യയിലെ ജനങ്ങൾക്ക് മൊത്തം അറിയാം. ഇത് ഇവർക്ക് ഈ അധികാരം നഷ്ടപ്പെട്ട് ഇനി അടുത്ത കാലത്തൊന്നും അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് ഉള്ളതുകൊണ്ട്, ആ ഒരു തോന്നലുള്ളത് കൊണ്ട്, ആ വിചാരത്തിൽ നിന്ന് ഉടലെടുത്ത കുറേ കസർത്തുകളെന്നല്ല അപ്പുറം ഇതിനകത്ത് ഒന്നുമില്ല. വാചക കസർത്ത് വിടൂ, ചില അടിസ്ഥാനപരമായ വസ്തുതകൾ. ശ്രീ JR പത്മകുമാർ, ഈ വ്യാപാര യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഇന്ത്യയിൽ നിന്ന് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റി അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നതിന്റെ ശരാശരി താരിഫ് എത്രയായിരുന്നു? 3% അതിപ്പോ 18%. ഈ ഡീലിന് ശേഷം അമേരിക്കയിൽ നിന്ന് ഒരു കാര്യം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ ചുമത്തുന്ന ടാക്സ് എത്രയായിരുന്നു? അത് 18% അല്ല 16% ഒക്കെ നിജപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ 0% 0 താരിഫാണ്. അപ്പോൾ ഇന്ത്യൻ താല്പര്യങ്ങൾ എങ്ങനെ സമ്പൂർണ്ണമായി ബലികഴിക്കപ്പെട്ടു എന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്. അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബേസ് എന്ന് പറയുന്നത് അവിടുത്തെ കർഷകരാണ്. അമേരിക്കൻ കാർഷികോൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയുടെ വിപണി 0 താരിഫിന് പൂർണ്ണമായി തുറന്നു കൊടുത്തു. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, അങ്ങോട്ടുള്ള അമേരിക്കയിലേക്കുള്ള കയറ്റുമതിക്ക് ഇന്ത്യയിലെ ഇവിടുത്തെ ഒരു എക്സ്പോർട്ടർ 18% നികുതി കൊടുക്കേണ്ടപ്പോൾ ബംഗ്ലാദേശുകാരന് 0 ടാക്സ് ആണ്. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള രാജ്യം. അപ്പാരൽ ഇൻഡസ്ട്രി ശരിക്കും ബംഗ്ലാദേശുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി സമ്പൂർണ്ണമായി തകർന്നു. അപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, കാർഷിക മേഖല, പിന്നെ ഈ പറഞ്ഞതുപോലെ വഴങ്ങിക്കൊടുത്ത ടാക്സ്, ഇതിനുള്ള ഉത്തരം, ഈ ഫാക്ട്സ്, ഇത് എങ്ങനെയാണ് നിങ്ങൾ കൗണ്ടർ ചെയ്യാൻ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു പ്രചരണത്തിന്റെ ഒരു ഭാഗമാണ്. അല്ല, ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രചരണത്തിന്റെ ഭാഗമാണ്. ഇന്ത്യ സാമ്പത്തികമായി ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ എത്രാം സ്ഥാനത്തായിരുന്നു? 10ാം സ്ഥാനത്തായിരുന്നു. ഇന്ത്യയിൽ NDA ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 5ാം സ്ഥാനത്തായി, 4ാം സ്ഥാനത്തായി, ഇത് 3ാം സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ വളർച്ച എന്ന് പറയും. ഇന്ത്യ 2025 വരെ ഈ അമേരിക്കയിലേക്ക് നമ്മൾ അയക്കുന്ന കയറ്റുമതി എത്രയായിരുന്നു? $72 ബില്യൺ ആയിരുന്നു. അതേസമയം ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് എത്രയാണ്? വെറും $41 ബില്യൺ. നമ്മളെ ഒരു രാജ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഒരു രാജ്യം എന്നുള്ള നിലയിൽ അങ്ങ് നിൽക്കാൻ കഴിയില്ല. പല രാജ്യങ്ങളും ഇപ്പം ബൈലാറ്ററൽ അഗ്രിമെന്റുകൾ ഉണ്ടാവും, മൾട്ടിലാറ്ററൽ അഗ്രിമെന്റ് ഉണ്ടാവും. ആ കാര്യത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അത് നിങ്ങൾക്ക് തോന്നുന്ന $46 ബില്യൺ കച്ചവടം, കയറ്റുമതി ബന്ധമുണ്ടായിരുന്നത്
അമേരിക്ക ഇങ്ങോട്ട് കയറ്റുമതി ചെയ്തിരുന്നത് $146 ബില്യൺ ഉയരാൻ പോവുകയാണ്. $500 ബില്യൺ കയറ്റുമതിയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. അത് തെറ്റായ രീതിയിൽ പ്രചരണം വന്നപ്പോൾ ഇന്ന് തിരുത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു രാജ്യവുമായി എഗ്രിമെന്റിൽ ഏർപ്പെടുമ്പോൾ, ട്രേഡ് എഗ്രിമെന്റിൽ ഏർപ്പെടുമ്പോൾ ഒരു രാജ്യവും വേറൊരു രാജ്യവുമായി ഉണ്ടാകുന്ന എഗ്രിമെന്റിൽ അവർക്ക് അതിൽ വന്നിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ വന്ന സമയത്ത് അഗ്രികൾച്ചർ എന്നുള്ള വാക്ക് ഒഴിവാക്കി, അതേപോലെ ഞങ്ങൾക്ക് കമ്മിറ്റഡ് എന്നുള്ളതിനെ മാറ്റിയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് മാറ്റം വന്നിട്ടുണ്ട്. ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളൊരു എഗ്രിമെന്റ് ഉണ്ടാകുമ്പോൾ രണ്ട് രാജ്യങ്ങൾക്കും താല്പര്യമുള്ള കാര്യങ്ങളിൽ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. അല്ലാതെ അമേരിക്ക എന്ന് പറഞ്ഞ മണ്ടൻ രാജ്യമാണോ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ മണ്ടൻ, ഞങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം എഗ്രിമെന്റിൽ എഴുതി വെക്കുക. രണ്ട് രാജ്യത്തിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അങ്ങനെയാണ് ഒരു ബൈലാറ്ററൽ എഗ്രിമെന്റ്. നിങ്ങൾ 50% ഒരു രാജ്യത്തിന്റെ താരിഫ് ആ രാജ്യത്തിന് നിശ്ചയിക്കാം. എന്റെ രാജ്യത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിൽ എത്ര ടാക്സ് ഏർപ്പെടുത്തുന്നത് ആ രാജ്യം തീരുമാനിക്കാം. ആ രാജ്യം 50 എന്നുള്ള തീരുമാനിച്ചു, 18 കുറയ്ക്കുമ്പോ ഇപ്പോ ഈ മേഖലയിലുള്ള ഈ വ്യാപാര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള താരിഫ് ട്രംപിന്റെ ഭ്രാന്തൻ നയങ്ങളാണ് 50% താരിഫ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ളതാണ് 25, ബാക്കി 25. ആളുകൾ പറയുന്നത് അമേരിക്കയുമായി അമേരിക്കൻ ഭരണാധികാരി അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്ത് പിന്നെ ഒരിക്കലും ഇന്ത്യയുമായി ആ രാജ്യവുമായി യാതൊരു ട്രേഡ് അഗ്രിമെന്റിൽ ഏർപ്പെടേണ്ടെന്നാണോ? അതിനാണ് നെഗോഷിയേഷൻ. ആ നെഗോഷിയേഷൻ നടത്തിയിട്ട് 18% വിജയിച്ചില്ല എന്നുള്ളതാണ്. അമേരിക്ക തന്നെ ഈ വ്യാപാര യുദ്ധം നടത്തുന്നത് നമ്മളുമായി മാത്രമല്ല, ട്രേഡ് എക്സ്പെക്ടറുകള്, എക്കണോമിക് എക്സ്പെക്ടറുകൾ പറയുന്നത് ഏറ്റവും ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും നല്ല, ഇന്ത്യക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കരാറാണെന്ന് പറഞ്ഞു. എങ്ങനെ വേണോ വിമർശിക്കാം. ശ്രീ ജെ ആർ പത്മകുമാർ, അമേരിക്കയ്ക്ക് പല രാജ്യങ്ങളുമായും ട്രംപ് വന്നതിന് ശേഷം വ്യാപാര യുദ്ധമുണ്ട്. ആ വ്യാപാര യുദ്ധം അമേരിക്കൻ കാർഷിക മേഖലയെ വളരെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. നോക്കൂ, അമേരിക്കയുടെ സോയ എക്സ്പോർട്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം $34.4 ബില്യൺ നിന്ന് $24.5 ബില്യൺ താഴ്ന്നു. കോൺ എക്സ്പോർട്ട് 18.6 ബില്യൺ അപ്പോൾ കാർഷികോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യണമെന്നുള്ളത് അവരുടെ താല്പര്യമാണ്, അമേരിക്കയിലെ അഗ്രി ബിസിനസ്സുകാരുടെ താല്പര്യമാണ്, അമേരിക്കയിലെ കാർഷിക ലോബിയുടെ താല്പര്യമാണ്. അതനുസരിച്ച് അമേരിക്കയുടെ കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതി കുറഞ്ഞപ്പോ, അവരുടെ കുഴപ്പം കൊണ്ട് കുറഞ്ഞപ്പോ ഇന്ത്യൻ വിപണിയിലേക്ക് കയറ്റി അയച്ച് ഇന്ത്യൻ കർഷകന്റെ നട്ടല്ലൊടിക്കണോ? ഇവിടുത്തെ കർഷകർ എങ്ങോട്ട് പോകണം? അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ കർഷകരുടെ താല്പര്യം സംരക്ഷിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ഇന്ത്യൻ കർഷകരുടെ താല്പര്യം സംരക്ഷിക്കാത്തത്? ഒഴിച്ചാൽ അഗ്രികൾച്ചർ മേഖലയിലേക്ക് അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി യാതൊരു ഇതുമില്ല. നമ്മൾ കയറ്റി അയക്കുന്നുണ്ട്, നമ്മൾ അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. അതിൽ സംശയമുണ്ട്. ഈ നിങ്ങൾ പറഞ്ഞ സോയ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒഴിവാക്കിയിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് കുഴപ്പമുണ്ടാവില്ലെന്നാണ് ഒരിക്കലും ഉണ്ടാവില്ല. വി ശിവദാസൻ എം പി നമ്മോടൊപ്പം. ശ്രീ വി ശിവദാസൻ എന്ന് പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ സംസാരിച്ചപ്പോൾ ഇന്ത്യയെ, ഭാരതമാതാവിനെ, നമ്മുടെ മാതൃരാജ്യത്തെ അമേരിക്കയ്ക്ക് വിറ്റു എന്ന ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അത് മറ്റ് ചില സവിശേഷ താല്പര്യങ്ങളുടെ അല്ലെങ്കിൽ കീഴടങ്ങലിന്റെ ഭീഷണിയുടെ ഭാഗമാണെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. ഞാൻ ആരോപണങ്ങളുടെ ക്രക്സിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഈ ഡീൽ, അമേരിക്കയുമായി ഉണ്ടാക്കിയിട്ടുള്ള വ്യാപാര കരാർ ഇന്ത്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് എന്ന സർക്കാർ വാദത്തെ എങ്ങനെ കാണുന്നു പ്രതിപക്ഷം? ഇന്ത്യ അമേരിക്കയുമായി ഒരു കരാറുണ്ടാക്കി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അമേരിക്ക ഉണ്ടാക്കിയിട്ടുള്ള കരാറിൽ അമേരിക്കക്ക് വഴങ്ങി ഇന്ത്യ ഒപ്പിട്ട് കൊടുത്തു എന്ന് പറയുന്നതാണ് ഇവിടെ ഉചിതം. കാരണം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് 18 മുതൽ 25% വരെ നികുതിയും, എന്നാൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ 0% തീരുവയുമുള്ള ഒരു കരാർ. അത് ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു കരാറല്ല. 2, വരുന്ന 5 വർഷങ്ങൾക്കുള്ളിൽ $500 കോടി ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വാങ്ങിക്കൊള്ളണം എന്നുകൂടി കരാറിൻ്റെ ഭാഗമാക്കി മാറ്റി വച്ചിരിക്കുന്നു. ഇവിടെ കാണേണ്ടത്, നേരത്തെ ചൈനയ്ക്ക് നേരെ 50% തീരുവ ചുമത്തിയപ്പോൾ അത് വീണ്ടും താരിഫ് യുദ്ധത്തിലേക്ക് പോയപ്പോൾ ചൈന അമേരിക്കയോട് അതിശക്തമായ നിലയിൽ പ്രതികരിക്കുകയും അതിനെ തുടർന്ന് അമേരിക്കയിലെ സോയാബീൻ കർഷകർക്ക് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള അമേരിക്കയുടെ കാർഷിക മേഖലയ്ക്ക് ഉണ്ടായിട്ടുള്ള പിറകോട്ട് പോക്കിനെ, അതിൻ്റെ ഭാരത്തെ ഇന്ത്യയുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുകയാണ് ഇപ്പോൾ ട്രംപ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വതന്ത്ര
പരമാധികാര ഒരു മുഖം, ആ മുഖത്തെയാണ് ഇവിടെ ഇല്ലാതാക്കുന്നത്. ഇന്ത്യയുടെ സ്വതന്ത്രത, ഇന്ത്യയുടെ പരമാധികാരം, ഇന്ത്യയുടെ വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വം, ഇതിനെയെല്ലാം നരേന്ദ്രമോദി ഇല്ലാതാക്കിയിരിക്കുന്നു. നിങ്ങൾ ട്രംപിൻ്റെ ഒരു പ്രസംഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞെന്താണ്? ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, കാരണം മോദിയുടെ രാഷ്ട്രീയ ഭാവിയെ ഓർത്തുകൊണ്ട് എന്നാണ്. എന്താണ് ട്രംപ് പറയാതിരുന്നിട്ടുള്ള മോദിയുടെ രാഷ്ട്രീയ ഭാവി എന്നുള്ളത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നാം പ്രത്യേകമായി നോട്ട് ചെയ്യേണ്ടുന്ന കാര്യവുമാണ്. മോദിയുടെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന എന്തോ ഒന്ന് ട്രംപിൻ്റെ കൈകളിലുണ്ട് എന്നാണ്. അപ്പോൾ ട്രംപ് എങ്ങനെയാണ് മോദിയെ വരുതിക്ക് നിർത്തുന്നത് എന്ന കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ മറ്റൊരു രാഷ്ട്രീയ തലം കൂടി നമ്മൾ പോവേണ്ടതുണ്ട്. മോദി എന്ന് പറയുന്ന വ്യക്തി 1990കളിൽ മൻമോഹൻ സിംഗ് തുടങ്ങി വെച്ചിട്ടുള്ള അമേരിക്കൻ വിധേയത്വത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പൂർണ്ണതയിലേക്കാണ് ഇന്ത്യയെ കൊണ്ടുപോകാൻ നോക്കുന്നത്. അമേരിക്കയുടെ ചൊൽപ്പടിക്ക് ഇന്ത്യയെ നിർത്തുക എന്നുള്ള 90കളിൽ മൻമോഹൻ സിംഗ് തുടങ്ങി വെച്ചിട്ടുള്ള ന്യൂക്ലിയർ ഡീലിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് തന്നെ വലിയ നിലയിൽ രാജ്യം ചർച്ച ചെയ്തിട്ടുള്ള ഒരു നയത്തെ അമേരിക്കക്ക് പൂർണ്ണമായും കീഴടങ്ങുന്ന നിലയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, അതാണ് ആരോപണം. ശ്രീ ജിൻഡോ ജോൺ, ഇന്ത്യ അമേരിക്കൻ താല്പര്യത്തിന് കീഴടങ്ങി എന്ന് പ്രതിപക്ഷ നേതാവിനെ ആരോപിക്കാം, അത് വസ്തുതാപരമായി തെളിയിക്കുകയും ചെയ്യാം. അതിനപ്പുറത്ത് ഇന്ന് രാഹുൽ ഗാന്ധി കടന്ന് സംസാരിച്ചല്ലോ. അമേരിക്കയുടെ സമ്മർദ്ദം കൊണ്ടും അമേരിക്കയുടെ ഭീഷണി കൊണ്ടുമാണ് അമേരിക്ക കഴുത്തിൽ പിടിമുറുക്കി മോദിയെ കൊണ്ട് ഈ ഡീൽ ഒപ്പിടിച്ചതാണ് എന്ന് പറഞ്ഞല്ലോ. എപ്സ്റ്റീൻ ഫയൽസ് അദ്ദേഹം പറഞ്ഞു. എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് അനിൽ അംബാനിയുടേതൊഴികെ മറ്റൊരു ഇന്ത്യക്കാരൻ്റെയും പേര് ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടതായോ അല്ലെങ്കിൽ കുറ്റകരമായി എന്തെങ്കിലും ചെയ്തതായോ ഉള്ള സൂചനകളായി വന്നിട്ടില്ല. പ്രധാനമന്ത്രിയുടെ പരാമർശം പ്രധാനമന്ത്രി എപ്സ്റ്റീനെ മീറ്റ് ചെയ്തതോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടതോ അല്ല എന്നിരിക്കെ ഇതിലേക്ക് എപ്സ്റ്റീൻ ഫയൽസിനെ കൂട്ടിക്കെട്ടുന്ന രാഷ്ട്രീയം ഗുണകരമാണോ? പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു പരമാധികാര രാജ്യമാണ്. ഈ പരമാധികാര രാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കുറച്ചു കാലമായിട്ട് അഭിപ്രായം പറയുന്നത് അമേരിക്കൻ പ്രസിഡൻ്റാണ്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി എന്നാണ്. ഓപ്പറേഷൻ സിന്ദൂർ നിർത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നില്ല എന്നുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു. വ്യാപാര കരാറിൽ ഒപ്പിട്ടു എന്ന് പറയുന്നതും അതിൻ്റെ കണ്ടീഷൻസ് പറയുന്നതും അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു. പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ വായിൽ എന്താ നാവ് വേണമല്ലോ. ഒരുപാട് കാലം ഒരുപാട് സംസാരിച്ചതല്ലേ. അങ്ങനെ സംസാരിക്കാത്ത പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ മൗനം എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയണ്ടേ. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ ഭാവിക്ക് ഇത് നല്ലതാണെന്ന് പറയുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായ രാഷ്ട്രീയ ഭാവി കാക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തെ അമേരിക്കയുടെ മുമ്പിൽ വിൽക്കുമ്പോൾ അതിൽ ഞങ്ങൾ ആരോപണം ഉന്നയിക്കും. മോദി പറഞ്ഞത് മൈ ഫ്രണ്ട് ട്രംപ് എന്ന. മോദിയുടെ ഫ്രണ്ട് ട്രംപ് ഇന്ത്യയുടെ എനിമിയാണെന്ന് ഈ വ്യാപാര കരാറിൻ്റെ ഓരോ കണ്ടീഷണാലിറ്റിയും അവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ട്രംപിൻ്റെ ഫ്രണ്ടായിട്ടുള്ള മോദിയും ഇന്ത്യയുടെ എനിമിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. 3% ഉണ്ടായിരുന്ന ടാക്സ്, ടെക്സ്റ്റൈൽ എക്സ്പോർട്ടിൻ്റെ ടാക്സ് അത് 18%. അതുപോലെ മറ്റു രാജ്യങ്ങളുമായിട്ട് തീരുവ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവരും തിരിച്ച് അത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ നരേന്ദ്രമോദി അതൊന്നും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല മൗനത്തിലും വഴങ്ങലിലുമാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. ബംഗ്ലാദേശിന് 0%, ഇന്ത്യക്ക് 18%. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ കാര്യത്തിലും നിലപാടുകൾ സമാനമാണ്. നമ്മുടെ അയൽ രാജ്യങ്ങൾ നമ്മളോട് ശത്രുതയിലായിരിക്കുന്നു എന്ന് പറയുന്ന അയൽ രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ ഉറ്റമിത്രങ്ങളാണ്. പക്ഷേ അമേരിക്കയുടെ മറ്റൊരു ഉറ്റമിത്രമായിട്ടുള്ള നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ വ്യാപാര കരാറിൻ്റെ കാര്യത്തിലായാലും തീരുവ യുദ്ധത്തിൻ്റെ കാര്യത്തിലായാലും അമേരിക്കയുടെ എല്ലാ അടിയും വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടി. നരേന്ദ്രമോദി 2014 അധികാരത്തിലേറിയതിനു ശേഷം ഈ വിവിധ രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം അത്ര ഊഷ്മളമല്ല എന്ന് മാത്രമല്ല ലോകത്തെ വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധവും നമുക്ക് ഗുണകരമാകുന്ന രീതിയിലാകുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ കാര്യങ്ങളെടുത്താൽ ഇന്ത്യയുടെ കാർഷിക മേഖല അവർക്ക് തുറന്നു കൊടുക്കുന്നു. അത് കുറച്ചു കാലം മുമ്പ് നരേന്ദ്രമോദി പറഞ്ഞത് ഇന്ത്യൻ കാർഷിക മേഖലയിലേക്ക് അമേരിക്ക അനുവദിക്കില്ല എന്നാണ്. ഇതേ നരേന്ദ്രമോദി ഇന്ന് എന്തിൻ്റെ പേരിലാണ് മാറ്റി പറയുന്നത് അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നത്? ട്രംപ് ഇതുപോലെ പുലമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ പരമാധികാരത്തിൻ്റെ മേൽ ട്രംപ് കയറി ഇറങ്ങി നിരങ്ങുമ്പോൾ നരേന്ദ്രമോദി മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണം നമ്മൾ തിരയണം. അത് അദാനിക്ക് വേണ്ടിയിട്ടോ അംബാനിക്ക് വേണ്ടിയിട്ടോ മോദിക്ക് സ്വയമേ വേണ്ടിയിട്ടോ ആണെങ്കിൽ അത് ഇത്തരം വ്യക്തികൾക്ക് വേണ്ടി ഒരു രാജ്യത്തെ
വിൽക്കാൻ പാടില്ല, ഒറ്റുകൊടുക്കാൻ പാടില്ല. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ, ഞാൻ അടുത്ത റൗണ്ടിൽ താങ്കളിലേക്ക് വരാം. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ അടുത്ത റൗണ്ടിലേക്ക്. ഓക്കെ, താങ്കൾ പറഞ്ഞോളൂ. ഈ രാജ്യത്തിന് ഗുണകരമാകുന്ന എന്ത് നിർദ്ദേശങ്ങളാണ് അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറിൽ ഒപ്പിടാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ കണ്ടീഷൻസ് എന്ന് ഇതുവരെ പറയാൻ പറ്റുന്നില്ല. പകരം 60 കൊല്ലം മുമ്പ് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്തെ ചരിത്രവും നെഹ്റുവിനെയും ഗാന്ധിയെയും സോണിയാഗാന്ധി ഇന്ദിരാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയൊക്കെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിനപ്പുറം ഈ കരാറിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഈ രാജ്യത്തെ സാധാരണക്കാർ അറിയേണ്ട കാര്യങ്ങളല്ലേ. ഈ രാജ്യത്തെ പരമദരിദ്രന്മാർ വീണ്ടും ദരിദ്രനാരായണന്മാരായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ കുത്തക കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഈ രാജ്യത്തിന്റെ വ്യാപാര മേഖല തുറന്നു കൊടുക്കുമ്പോൾ, കാർഷിക മേഖല, ക്ഷീരമേഖല, ഈ എല്ലാ മേഖലയും തുറന്നു കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് നരേന്ദ്രമോദിക്ക് തന്നെ കുറച്ചു കാലം മുമ്പുണ്ടായ നിലപാടിൽ നിന്ന് ഇപ്പോഴൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയണ്ടേ? ഡോളറിന്റെ വില 91 രൂപയായിട്ട് വർദ്ധിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം നരേന്ദ്രമോദി തന്നെ ഏറ്റെടുക്കണം. കാരണം UPA സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഡോളറിന്റെ വില പിടിച്ചു നിർത്താനാവാത്ത മൻമോഹൻ സിംഗ് ആ പ്രധാനമന്ത്രിയുടെ കഴിവുകേട് കൊണ്ടാണെന്ന് പറഞ്ഞ നരേന്ദ്രമോദി ഇന്ന് ഈ രാജ്യം ഭരിക്കുമ്പോൾ 91 രൂപയായിട്ട് ഡോളറിന്റെ വിനിമയ തുക കൂടുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വവും ഇവർ ഏറ്റെടുക്കണം. അപ്പോൾ ഏത് മേഖല എടുത്താലും, ആഭ്യന്തര മേഖല, വ്യാവസായിക മേഖല, നമ്മുടെ ആഭ്യന്തര മറ്റേ ഇൻഡസ്ട്രി എല്ലാം എടുത്താലും, ഇനി അത് വേണ്ട ചൈനയുമായിട്ടുള്ള പ്രതിരോധ മേഖല എടുത്താലും, എല്ലായിടത്തും നമ്മൾ പ്രതിരോധത്തിലാകുമ്പോൾ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഈ രാജ്യത്തെ പ്രതിപക്ഷത്തോടോ ഈ രാജ്യത്തെ ജനങ്ങളോടോ മാധ്യമങ്ങളോടോ ഇന്ത്യൻ പാർലമെന്റിനോടോ പോലും വ്യവസ്ഥയുടെ വസ്തുതകൾ നിരത്തി മറുപടി പറയാൻ പോലും അശക്തനായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞതുപോലെ ട്രംപിന്റെ കയ്യിൽ മോദിക്കെതിരായിട്ടുള്ള എന്തോ ഉണ്ട്. അതെന്താണെന്ന് നമുക്കറിയണം. ശരി, അതാണ് രാഹുൽ ഗാന്ധിയുടെ ചാർജ്, അതാണ് കോൺഗ്രസിന്റെ ചാർജ്. ശ്രീ മോഹൻ വർഗീസ്, നമ്മൾ ഇന്ത്യയുടെ വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഒന്ന് പരിശോധിക്കൂ. ഇറാൻ ഇന്ത്യയുടെ പരമ്പരാഗത പങ്കാളിയാണ്. ഇറാനിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നതാണ്. എണ്ണ വാങ്ങണ്ട എന്ന് അമേരിക്ക പറഞ്ഞു, ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തി. ചബഹാർ പോർട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ്, വേണ്ട എന്ന് അമേരിക്ക പറഞ്ഞു, പണം നീക്കി വെച്ചിട്ടില്ല. ചബഹാർ പോർട്ടിന്റെ നിർമ്മാണം ഇന്ത്യ നിർത്തി. വെനസ്വേല മുമ്പ് ഇന്ത്യക്ക് എണ്ണ നൽകിക്കൊണ്ടിരുന്ന രാജ്യമാണ്, വേണ്ട എന്ന് അമേരിക്ക പറഞ്ഞു, വാങ്ങുന്നില്ല. ഇപ്പോൾ അമേരിക്ക പറയുന്നു റഷ്യയിൽ നിന്ന് നിങ്ങൾ എണ്ണ വാങ്ങേണ്ട, അമേരിക്ക തീരുമാനിക്കുന്നു, ഇന്ത്യ വാങ്ങുന്നില്ലെന്ന് തീരുമാനിക്കുന്നു. ഇനി ഇപ്പോൾ വെനസ്വേലയുടെ ഭരണാധികാരത്തിൽ അമേരിക്കയുടെ സ്വാധീനമുണ്ടല്ലോ, ഇനി നിങ്ങൾക്ക് വെനസ്വേലൻ എണ്ണ വാങ്ങാം എന്ന് അമേരിക്ക പറയുന്നു. എന്നാൽ ശരി സാർ, വാങ്ങാം എന്ന് പറയുന്നു. ഇന്ത്യ എന്ന് പറയുന്ന സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം അമേരിക്കയുടെ സാമന്ത രാജ്യമായി മാറിയോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും ഉത്തരം? ഏതാണ്ട് അതേ ഒരു നറേറ്റീവാണ് പ്രതിപക്ഷ നേതാവ്, ലീഡർ ഓഫ് ദ ഓപ്പോസിഷൻ ഇൻ ലോക്സഭ രാഹുൽ ഗാന്ധി നടത്തുന്നത്. അതായത് ഇന്ത്യയെ അമേരിക്കയ്ക്ക് വിറ്റു എന്ന് പച്ചയ്ക്ക് പറയുകയാണ്. അതായത് ഇന്ത്യക്കൊരു നിലയും വിലയും ഉണ്ടായിരുന്നു, ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു ലോക വ്യവസ്ഥയിൽ. കാരണം നിയതമായ ചില ചട്ടങ്ങൾ, വ്യക്തമായ ചില നിലപാടുകൾ, ചേരിചേരാ നയത്തിൻ്റെ കാലഘട്ടത്തിൽ പോലും സോവിയറ്റ് ചേരിയോട് സമദൂരം പാലിക്കുമ്പോഴും ചേരിയോട് സമദൂരം പാലിക്കുമ്പോഴും സോവിയറ്റ് യൂണിയനോട് ചേർന്ന് നിന്ന, എക്കാലത്തും അറബി രാജ്യങ്ങളെ ചേർത്ത് പിടിച്ച, പലസ്തീൻ കോസ്റ്റിനോടൊപ്പം നിന്ന, ഇസ്രയേലിലെ സ്വല്പം സൗത്ത് ആഫ്രിക്ക അപ്പാർത്തിയിലുണ്ടായ സൗത്ത് ആഫ്രിക്കയും ഇസ്രയേലിനെ മാറ്റി നിർത്തിയ ആ ഒരു വിഖ്യാതമായ നിലപാടുണ്ട്. അതിനുശേഷം 1991 ശേഷം ലോകത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം, ജിയോ പൊളിറ്റിക്സ് ആകമാനം മാറി മറിഞ്ഞു. കുറച്ചുകൂടി പ്രായോഗികമായൊരു നിലപാടെടുത്തു. അവസാനം ഒരു പ്രോ അമേരിക്കൻ സ്റ്റാൻഡിലെത്തി നിന്നു. മൻമോഹൻ സിംഗിലൂടെ നരേന്ദ്രമോദിയിലെത്തിയപ്പോൾ അത് ഒരു പ്രോ അമേരിക്കൻ ഷിഫ്റ്റ് വളരെ പ്രകടമായി. ഇപ്പോഴിതാ ഒരു പ്രത്യേക ചരിത്രത്തിൻ്റെ തന്നെ ഒരു ദിശാസന്ധിയിൽ എത്തി നിൽക്കുകയാണ് രാഷ്ട്രം. ഒരു വശത്ത് എക്കാലത്തും ഇന്ത്യയെ ചേർത്ത് പിടിച്ച, ഇന്ത്യയുമായി ഊഷ്മള ബന്ധമുണ്ടായിരുന്ന സോവിയറ്റ് യൂണിയനും ഇറാനും വെനിസ്വേലയും എല്ലാം ഒരു വശത്ത്, മറുവശത്ത് പുതുതായി എത്തിച്ചേർന്ന സൗഹൃദം. അവിടെ ഒരു കരാറിലേക്ക് നീങ്ങുമ്പോൾ ഭാരതം ഏറ്റവും വലിയ ഫാദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് പറയുന്നത്. എല്ലാ കരാറുകളുടെയും പിതാവ് എന്ന് പറയുന്ന ഏതാണ്ട് $500 ബില്യൺ വർത്ത് ഓഫ് കാര്യങ്ങൾ അമേരിക്കയിൽ നിന്നും 5 വർഷത്തിനുള്ളിൽ ഇറക്കുമതി ചെയ്യാം എന്ന് എഗ്രി ചെയ്ത ഭാരതം എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? നോക്കൂ, ഇന്ത്യ ഒരു റോസി പിക്ചറാണ്. അല്ലെങ്കിൽ ഭരണകൂടം, കൊമേഴ്സ് മന്ത്രാലയം, പ്രധാനമന്ത്രിയുടെ മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം, സാമ്പത്തിക മന്ത്രാലയം, ധനകാര്യ മന്ത്രാലയം എല്ലാം ഒരു റോസി പിക്ചർ, ഒരു മാലാഖയുടെ ചിത്രമാണ് ഇൻഡോ അമേരിക്കൻ കരാറിൽ വരച്ചു കാട്ടുന്നത്. പക്ഷെ ഒരു സേയിങ് ഉണ്ട് ഇംഗ്ലീഷിൽ, ദ ഡെവിൾ ഈസ് ഇൻ ദ ഡീറ്റെയിൽസ്.
അതായത് ഓരോ സെഗ്മെന്റായി എടുത്തു നോക്കുമ്പോൾ, ഓരോ വിഭാഗം ജനങ്ങളുടെ താല്പര്യം എടുത്തു നോക്കുമ്പോൾ, കച്ചവടക്കാർ, പാൽ കച്ചവടക്കാർ, കേര കർഷകർ, അല്ല സാധാരണ മറ്റ് കർഷകർ എടുത്തു നോക്കുമ്പോൾ അവിടെയാണ് അപകടം. ഈ അപകടം കൃത്യമായി പ്രതിപക്ഷത്തിന്റെ ധർമ്മം അനുസരിച്ച് ഭരണപക്ഷത്തെ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്യക്തിപരമായും ഹർദീപ് സിംഗ് പുരി എന്ന മന്ത്രി, അത് പെട്രോളിയം മന്ത്രിയെ വ്യക്തിപരമായി, അതുപോലെ രാഹുൽ ഗാന്ധിയുടെ ഇഷ്ട വിഷയങ്ങളായിരുന്നു അംബാനിയെയും അദാനിയെയും കടന്നാക്രമിക്കൽ. ഇതിനെല്ലാം ഒറ്റയടിക്ക് അവസരം കിട്ടിയിരിക്കുകയാണ്. ഒരു വെടിക്ക് പല പക്ഷികൾ, 2 അല്ല 3 അല്ല 5-6 പക്ഷികളെ വെട്ടിവെച്ചിടുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ ഇത് കണ്ടു. നോക്കൂ, എന്താണ് രാഹുൽ ഗാന്ധിയുടെ ഒരു കീ തീം എന്ന് പറയുന്നത്? ദേശീയതയുടെ മൊത്ത കച്ചവടമാണല്ലോ പൊതുവേ ഈ BJPയുടെ ഒരു ഹോൾമാർക്ക് എന്ന് പറയുന്നത്. സാധാരണ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുക, രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, ആന്റി പാകിസ്ഥാൻ, ആന്റി ചൈന റെറ്ററിക്, ദേശീയ സുരക്ഷ തങ്ങളുടെ കയ്യിൽ ഭദ്രം. കോൺഗ്രസ് ഗവൺമെന്റ് എത്രത്തോളം ദേശീയ സുരക്ഷ അട്ടിമറിച്ചു, ഇതൊരു ലാർജർ റെറ്ററിക്കിന്റെ ഭാഗത്ത് നിൽക്കുകയും അതുകൊണ്ട് പൊളിറ്റിക്കൽ ഗെയിൻ എക്കാലത്തും BJPക്ക് പരമ്പരാഗതമായി ഉണ്ടാവുകയും ചെയ്തു. എക്കാലത്തും ദേശത്തെ ഒറ്റിക്കൊടുത്തത് കോൺഗ്രസ് ആണ് എന്ന ഒരു ആഖ്യാനമാണ് BJP നൽകിയത്. അതിന് മറുപടി എന്ന നിലയിലാണ് ഇതാ അംബാനിക്ക്, അദാനിക്ക് ഉള്ള വൈദേശിക ബന്ധങ്ങൾ, കോർപ്പറേറ്റ് താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങളുടെ കൂടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് US ഡീൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, എപ്സ്റ്റീൻ ഫയലിൽ ഉൾപ്പെടെ നരേന്ദ്രമോദിയും മന്ത്രിസഭയിലെ ചില അംഗങ്ങളും ഉൾപ്പെടെ പ്രതിരോധത്തിലാകുന്നു എന്ന് വ്യംഗ്യമായി പറയുകയാണ്. അതിന് സ്ഥിരീകരണം ഉണ്ടോ എന്നാണ് ചോദിച്ചത് സ്പീക്കർ. ന്യായമായ ചോദ്യമാണ്. ഇതിന് സ്ഥിരീകരണമുണ്ടോ? പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ചോദിക്കുന്നു, ഇതിന് സ്ഥിരീകരണമുണ്ടോ? അത് രാഹുൽ ഗാന്ധിക്ക് ആകെ പറയാനുള്ളത് എപ്സ്റ്റീൻ ഫയൽസിൽ കാണുന്നത് അതാണ്, ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അമേരിക്കയിൽ പുറത്തുവിട്ട രേഖകളിൽ കാണുന്ന ചില പേരുകളാണ്. അതിനുപരിയായ തെളിവുകൾ കണ്ടെത്താൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞില്ല. പക്ഷേ പാർലമെന്റിനുള്ളിലാണ് വിഷയം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് അപകീർത്തി കേസ് അദ്ദേഹം ഭയപ്പെടേണ്ടതില്ല എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് ഗവൺമെന്റിനെ പല വിഷയങ്ങളിലും ഒരുമിച്ച് തന്നെ രാഹുൽ ഗാന്ധിക്ക് എന്നുള്ളതാണ്. യെസ്, കറക്റ്റ്. അതിലെന്താണ് ഷിജാർ പത്മ പറഞ്ഞത്? ഇപ്പൊ എപ്സ്റ്റീൻ ഫയൽസിന്റെ കാര്യം എടുത്താൽ എല്ലാ ഫയൽസും അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടിട്ടില്ല. ആദ്യം പുറത്തുവിട്ട് മിനിറ്റുകൾക്കകം പിൻവലിച്ചിട്ടുള്ള ഫയൽസ് ഉണ്ട്. ഇപ്പൊ തന്നെ 40% രേഖകളിലേക്ക് പരിശോധകർക്ക് എത്താൻ തന്നെ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി ഒരുപാട് ബാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽസ് ഒരു ഡെമോക്രേസിന്റെ വാള് പോലെ ഇന്ത്യൻ രാഷ്ട്രീയക്കാരുടെ മുകളിലും തൂങ്ങുന്നുണ്ടോ? അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ ഇന്ത്യയെ, പൊതുസമൂഹത്തെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണാധികാരികളെ, ഇന്ത്യ എന്ന രാഷ്ട്രത്തെ ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ ഇടയിൽ അപമാനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം എന്നുള്ളതിനപ്പുറം ഇതിനകത്തൊന്നുമില്ല. ഇത് നമുക്ക് കാണാം, ഇതിനു മുമ്പ് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെല്ലാം ആ രീതിയിൽ ചീട്ട് കൊട്ടാരെ പോലെ തകർന്നു വീഴുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എന്താണ് നരേന്ദ്രമോദി, എന്താണ് ഇന്ത്യൻ ഭരണകൂടം എന്നുള്ള കാര്യം ലോകരാഷ്ട്രങ്ങൾക്കറിയാം. ഇന്ന് യൂറോപ്യൻ യൂണിയനുമായി നമുക്ക് ഈ കരാറുണ്ട്. ലോകത്ത് വികസിത രാജ്യങ്ങൾ, ഒട്ടുമിക്ക വികസിത രാജ്യങ്ങളുമായി എല്ലാം നമുക്ക് നല്ല ബന്ധമുണ്ട്. ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ഉണ്ട്, മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റുകളുണ്ട്. ആ രാജ്യങ്ങളുമായി നല്ല സൗഹൃദം ഉണ്ട്. നമ്മളുമായി സൗഹൃദം ആഗ്രഹിക്കുന്ന ഒട്ടുമിക്ക രാജ്യങ്ങൾ, ഈവൻ മുസ്ലിം രാജ്യങ്ങൾ പോലും ഭരണാധികാരികൾ ഭരിക്കുന്ന മതപരമായി കമ്മിറ്റ്മെൻ്റ് ഉള്ള ആ രീതിയിൽ ഭരണം നടത്തുന്ന രാജ്യങ്ങൾ പോലും ഇന്ത്യയുമായി ചങ്ങാത്തത്തിലും ഇന്ത്യയുമായി ധാരണത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ഒരു ഇതിൽ വലിയ രീതിയിൽ ഇന്ത്യ മുന്നോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന പലരുടെയും ചട്ടുകളായി പ്രവർത്തിക്കാൻ ചില ആളുകളെ ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഈ ഇന്ത്യൻ അമേരിക്കയുമായിട്ടുള്ള കരാറിനെ സംബന്ധിച്ചിട്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഇന്ത്യക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇന്ത്യക്ക് യാതൊരു നഷ്ടവുമില്ല, അതിൻ്റെ കരാറിൻ്റെ വിശദാംശങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. ആദ്യം ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നതാണ് കേൾക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്നത് ആർക്ക് വേണ്ടിയാ? ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കില്ല, അല്ലെ ഇന്ത്യ ഗവൺമെന്റ് പറയുന്നത് വിശ്വസിക്കുന്നില്ല. ഇന്ത്യയും പാകിസ്ഥാനുമായി ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ എഴുതുന്നു, പ്രധാനമന്ത്രി കുറെ മണിക്കൂറുകൾ കഴിഞ്ഞ് ട്വിറ്ററിൽ അല്ലെങ്കിൽ എക്സിൽ അതിന് മറുപടി നന്ദി പറയുന്നു. തൊട്ടടുത്ത ദിവസം വാണിജ്യ മന്ത്രി വാർത്താ സമ്മേളനം സമയത്തിന്റെ വ്യത്യാസം നോക്കൂ. ആ രാജ്യത്ത് അപ്പോൾ വർക്കിംഗ് ടൈം ആയിരുന്നു. ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഇതിൽ എഴുതുന്നു. പിറ്റേന്ന് രാവിലെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കൊമേഴ്സ്യൽ മിനിസ്റ്റർ അതിന് പ്രസ്താവന നടത്താൻ പാർലമെന്റിലേക്ക് വരുന്നു, സമ്മതിക്കുന്നില്ല. ഇതിലെന്താ അസ്വാഭാവികമായിട്ടുള്ളത്?
എന്താ അസ്വാഭാവികത ഉള്ളത്? ഇതിനെ സംബന്ധിച്ച് ചർച്ച ആവശ്യമാണെങ്കിൽ പ്രധാനമന്ത്രി സംസാരിക്കും. ഇതിൽ സ്വാഭാവികതയാണ് ഇല്ലാത്തത്. രണ്ട് രാജ്യങ്ങൾ, രണ്ട് പരമാധികാര രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ച, അതിനുശേഷം സംയുക്ത പ്രസ്താവനകൾ, രണ്ടുപേരുടെയും താല്പര്യം സംരക്ഷിക്കുന്ന, രണ്ടുപേരുടെയും അന്തസ്സ് പരിരക്ഷിക്കുന്ന ഇവിടുത്തെ പ്രശ്നം. ഷിജാർപ്പ് ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. ഇന്ത്യ അവർ ഈക്വലായിട്ട്, അമേരിക്ക ഈക്വലായിട്ട് കാണണ്ടേ, നമ്മളെ തുല്യരായിട്ട് കാണണ്ടേ? തുല്യരായി കണ്ട് ഇന്ത്യയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു രാജ്യമായിട്ടല്ലേ നമ്മൾ അമേരിക്കയെ കാണേണ്ടത്? രാഹുൽ ഗാന്ധിക്ക് ഉള്ളത് കൊണ്ടാണ്. ഇന്ത്യയിലെ ഭരണാധികാരിക്ക് അങ്ങനെ ഇൻഫിനിറ്റി കോംപ്ലക്സ് ഇല്ല. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ബൈലാറ്ററൽ എഗ്രിമെന്റിൽ ഉണ്ടാക്കുമ്പോൾ ആ രാജ്യത്തിനും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, നമ്മുടെ രാജ്യത്തിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. ആ രീതിയിലുള്ളതാണ്. അതിൻ്റെ ഫൈനലായിട്ട് വന്നിനി മാർച്ചിലോ കൊണ്ട് ഒപ്പിടാൻ വരുന്ന സമയത്ത് നമുക്കത് ബോധ്യമാകും. അതിന് ഇടയിൽ ഇന്ത്യ മോശമാണ്, ഇന്ത്യയുടെ ഭരണാധികാരികൾ വിദേശ രാജ്യങ്ങളുടെ കയ്യിലെ കളിപ്പാവകളായി പ്രവർത്തിക്കുന്നു എന്ന് വരുത്തി തീർക്കേണ്ടത് ഈ രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. നേരത്തെ ഇപ്പോൾ ശിവദാസൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, മൻമോഹൻ സിംഗിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വേൾഡ് ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്ന ആള് ഇവിടെ നരസിംഹറാവുവിന്റെ കീഴിൽ വന്ന് ധനകാര്യമന്ത്രിയായിരുന്ന് ഈ ഗ്ലോബലൈസേഷനും എല്ലാത്തിനും എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത ആളിനെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കി കൊടുത്ത ആളുകളാണ്. അതിന് സപ്പോർട്ട് ചെയ്ത ആളുകളാണ് ഇപ്പോൾ വന്നിരുന്നു കൊണ്ട് വേൾഡ് ബാങ്കിനെയും ഗ്ലോബലൈസേഷനെയൊക്കെ എതിർക്കുന്നത്. അപ്പോൾ ഈ അവസരവാദങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിക്കും അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനും അനുകൂലമായി ഇന്ത്യയിലെ ജനങ്ങൾ മുന്നോട്ട് വരുന്നത്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇത് പാർലമെന്റിനകത്ത് ഒരു ഇന്ത്യയുടെ പ്രധാന പ്രതിപക്ഷത്തിന്റെ നേതാവ് പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയാണോ? അതാണ് ഇപ്പൊ ചോദിക്കാം. അത് ഞാൻ കോൺഗ്രസിനോട് ചോദിക്കാം. ഇവിടെ ശ്രീ വി ശിവദാസൻ, BJP ആവർത്തിച്ചു പറയുന്നത് നേരത്തെ യൂറുമായിട്ടുണ്ടാക്കിയിട്ടുള്ള, യൂറോപ്യൻ യൂണിയനുമായിട്ടുണ്ടാക്കിയിട്ടുള്ള വ്യാപാര കരാറാണെങ്കിലും ഇപ്പോൾ അമേരിക്കയുമായിട്ടുണ്ടാക്കിയ വ്യാപാര കരാറാണെങ്കിലും ഇന്ത്യയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന, ഇന്ത്യക്കാരുടെ അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒന്നായിട്ടാണ്, അത് നേട്ടമായിട്ടുമാണ്. കേവല രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറത്ത് എന്ത് സബ്സ്റ്റൻസ് ആണ് പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കാനുള്ളത്? അങ്ങനെ അല്ല എന്ന് തെളിയിക്കാൻ അല്ല, അദ്ദേഹം ചർച്ചക്കിടയിൽ പറഞ്ഞുകൊണ്ടേയിരുന്നത് ഇത് ഇന്ത്യ രാജ്യത്തെ മോശപ്പെടുത്തുന്നതിന് വേണ്ടി ദേശവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്യാമ്പയിൻ എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹത്തോട് നിറഞ്ഞ സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്, ചോദ്യം ചോദിക്കുന്ന ഓരോ മനുഷ്യരും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് BJPയുടെ RSSന്റെ സമീപനമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആനന്ദ് തിൽബയെ ജയിലിലടച്ചത്, പ്രബീർ പുർക്കായസെ ജയിലിലടച്ചത്. അതുപോലെ രാജ്യത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടന്റ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഉത്തരവ് വന്ന് 3 മണിക്കൂറിനകം അത് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് നിയമ നടപടി എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓർഡിനൻസ് ഇറക്കാൻ ബില്ല് അവതരിപ്പിക്കുന്നതിനൊക്കെ വേണ്ടി നിങ്ങൾ ശ്രമിച്ചത്, ഇതൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് ഏത് ചോദ്യത്തെയും രാജ്യവിരുദ്ധമായി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമം ആരെങ്കിലും അതിൻ്റെ മുമ്പിൽ ഭയക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ ഭയക്കാൻ പോകുന്നില്ല എന്നാണ്. RSSനോടും BJPയോടും ചോദ്യങ്ങൾ ചോദിച്ചു തന്നെ നിങ്ങൾ നടത്തുന്ന രാജ്യവിരുദ്ധ, ദേശവിരുദ്ധ, ജനവിരുദ്ധ പ്രവർത്തനങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുമെന്നുള്ളതാണ് പറയുന്നത്. ഞങ്ങളുടെ ചോദ്യങ്ങളെ ദേശവിരുദ്ധമെന്ന് നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂട്ടിച്ചേർക്കുകയാണ്, ഞങ്ങൾ ചോദിക്കുന്ന ന്യായമായ ചോദ്യങ്ങൾക്ക് ന്യായമായ ഉത്തരം നൽകാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല? ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾക്ക് 18% നികുതിയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കൊട്ടിഘോഷിച്ചത് ആ 18% നികുതി ഉണ്ടായിരുന്ന ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ 18% നിങ്ങൾ പറഞ്ഞതിന് ഇപ്പോൾ ഇവിടെ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് 0% ഇറക്കുമതി ചെയ്യാനുള്ള അവസരം കിട്ടുകയും ബംഗ്ലാദേശ് ഉൾപ്പെടെ അങ്ങോട്ട് അയക്കുന്നതിനേക്കാൾ നൽകിക്കൊണ്ട് തീരുവ വാങ്ങുന്നതിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വരികയും ചെയ്യുമ്പോൾ ഇന്ത്യക്കുണ്ടാവുന്ന നാശത്തെക്കുറിച്ച്, പ്രയാസത്തെക്കുറിച്ച് നിങ്ങൾ പറയാതിരിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ സോയാബീൻ കർഷകരുടെ പ്രയാസം, ഇന്ത്യയിലെ ക്ഷീര കർഷകരുടെ പ്രയാസം, ഇന്ത്യയിലെ ക്ഷീരോൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ അവിടെ നികുതി കൊടുക്കണമെന്നും ഇങ്ങോട്ട് എത്ര വേണമെങ്കിലും ഇറക്കുമതി ചെയ്തു കൊള്ളാമെന്നും പറയുമ്പോൾ അത് ഇന്ത്യയിലെ ക്ഷീര കർഷകരെ എങ്ങനെയാണ് ബാധിക്കുക? കേരളത്തിൽ ക്ഷീര കർഷകരുണ്ട്. കേരളത്തിലെ ക്ഷീര കർഷകർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അവരുടെ വരുമാനം എന്താണ്? ആ വരുമാനത്തെ തകിടം മറിക്കുന്ന നിലയിലാണ് BJPയുടെ നീക്കം ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമാണോ? കാർഷിക വിള, US കാർഷികോൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്താണ്? ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സബ്സിഡി കർഷകർക്ക് കൊടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക. എന്നാൽ ഇന്ത്യയിലോ ഈ ബജറ്റിൽ കർഷകർക്ക് അവരുടെ വളത്തിനുള്ള സബ്സിഡി പോലും വെട്ടിക്കുറച്ചിട്ടുള്ള ഒരു സർക്കാരാണ് ഇന്ത്യയിൽ നിൽക്കുന്നത്. ഇന്ത്യയിൽ കാർഷിക മേഖലയിൽ പ്രീമിയം ഇൻഷുറൻസ് പദ്ധതിക്ക് വെട്ടിക്കുറച്ചിട്ടുള്ള സർക്കാരാണ് ഇന്ത്യയിൽ. കാർഷികോൽപ്പന്നങ്ങൾക്ക് കർഷകർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ ലോകത്തിൽ തന്നെ ഏറ്റവും പിറകിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇന്ത്യയിലെ കർഷകരുടെ ഉൽപ്പന്ന ചെലവ് എന്ന് പറഞ്ഞാൽ അവർ പോക്കറ്റിൽ നിന്ന് ചെലവഴിക്കുന്ന ചെലവ് എന്നുള്ളത് അമേരിക്കയിലെ കർഷകർ ചെലവഴിക്കുന്നതിൻ്റെ
12 മടങ്ങിലധികമാണ്. അങ്ങനെ അമേരിക്കൻ കർഷകനേക്കാൾ ഒരു ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ, 1 കിലോ ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അമേരിക്കൻ കർഷകൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് ചെലവഴിക്കുന്നതിനേക്കാൾ 10-12 മടങ്ങ് ചെലവ് ഒരു ഇന്ത്യൻ കർഷകൻ ചെലവഴിക്കേണ്ടി വരുന്നു. ഒരു ക്ഷീര കർഷകൻ 1 ലിറ്റർ പാല് കേരളത്തിൽ, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അയാൾ ചെലവഴിക്കേണ്ടി വരുന്നതിൻ്റെ 10-1 മാത്രമാണ് അമേരിക്കൻ കർഷകന് സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവഴിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ, സബ്സിഡിയുടെ, സർക്കാർ പിന്തുണയുടെ അഭാവത്തിൽ കൃഷി ചെയ്യുന്ന, ക്ഷീര കർഷകനായി ജീവിക്കുന്ന, മത്സ്യ കർഷകനായി ജീവിക്കുന്ന കോടിക്കണക്കിന് വരുന്ന പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തെ കൊടിയ ദുരിതത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു കരാറിൽ നിങ്ങൾ ഒപ്പിടുകയും ആ കരാറിനെ കുറിച്ച് ഉന്നയിക്കുന്ന ഏറ്റവും ന്യായമായിട്ടുള്ള ചോദ്യങ്ങളോട് ഇത് ദേശവിരുദ്ധാണ്, ഇത് രാജ്യവിരുദ്ധാണ് എന്ന് പറയുന്നത് എത്രമാത്രം ദേശദ്രോഹമാണ് എന്നുള്ളതാണ് ഒന്നാമതായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. 2, ഇന്ത്യ സ്വാശ്രയത്വവും അഭിമാനബോധത്തോടു കൂടി ചേരിചേരാ നയവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മഹത്തായ പാരമ്പര്യമുള്ള രാജ്യമാണ്. ആ പാരമ്പര്യത്തെ തകർക്കാൻ ഏറ്റവും വലിയ ശ്രമം തുടങ്ങിയിട്ടുള്ളത് നരസിംഹറാവുവിൻ്റെ കാലം മുതലാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അന്നു മുതൽ പിന്നീട് തുടങ്ങിയിട്ടുള്ള ഓരോ ഘട്ടത്തിലും എണ്ണയുടെ മുകളിൽ പിടിമുറുക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമത്തിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഇന്ത്യ ആരിൽ നിന്ന് എണ്ണ വാങ്ങണമെന്ന് അമേരിക്ക നിശ്ചയിക്കുക. ഇന്ത്യയുടെ പെട്രോളിയം വകുപ്പ് മന്ത്രി യാതൊരു അധികാരവുമില്ലാതെ അപ്പൂപ്പൻ താടി പോലെ ആടിക്കളിക്കുന്ന ഒരു ചിത്രം വരിക. ഇത് ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യ ഫയലിൻ്റെ കാരണമാണോ? അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഇന്ത്യക്കൊരു പെട്രോളിയം മന്ത്രി ഉണ്ടെന്നും ഇന്ത്യക്കൊരു പ്രധാനമന്ത്രി ഉണ്ടെന്നും ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുത്തത് ഇന്ത്യയിലെ ജനങ്ങളാണെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി സംരക്ഷിക്കേണ്ടത് ഇന്ത്യയിലെ ജനങ്ങളുടെ താല്പര്യമാണ് എന്നുള്ളതുമാണ് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. ശരി, ശ്രീ ജിൻഡോ ജോൺ, നമുക്കറിയാം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രസംഗിക്കാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല പാർലമെന്റിൽ. സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്പീക്കർ തന്നെ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ ജഗദംബിക പാലായിരുന്നു ചെയറിൽ. നമുക്കറിയാം ഒരു വലിയ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് രാഹുൽ ഗാന്ധി വളരെ ടാർഗറ്റഡ് ആയിട്ട് പ്രധാനമന്ത്രിയെ തന്നെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽസ് അദ്ദേഹം ആനുഷംഗികമായി പറഞ്ഞു പോകുന്നുണ്ട്. അദ്ദേഹം ജഗദംബിക പാൽ ഇടപെട്ട സമയത്ത് ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും അതേക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാൻ എപ്സ്റ്റീൻ ഫയൽസ് ഒരു കാരണമാണ് എന്ന് നമ്മുടെ പൊതുജന സമക്ഷം ബോധിപ്പിക്കാനുള്ള മെറ്റീരിയൽ ഒന്നും രാഹുൽ ഗാന്ധിയുടെ കയ്യിലോ മറ്റാരുടെയെങ്കിലും കയ്യിലോ ഇല്ലല്ലോ. അഭിലാഷേ, സ്വാഭാവികമായിട്ടും ഇപ്പോൾ അഭിലാഷിൻ്റെ ചോദ്യം പോലെ തന്നെ സ്വാഭാവികമായിട്ട് ഈ ചോദ്യത്തിനൊരു ഉത്തരം മറു ചോദ്യം ചോദിച്ചാൽ പിന്നെ എന്തിനാണ് നരേന്ദ്രമോദി ട്രംപ് പറയുമ്പോൾ തുള്ളിക്കളിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാത്തത്. ഇന്ത്യയുടെ കാർഷിക മേഖല, ഇപ്പോൾ ശിവദാസൻ MP പറഞ്ഞ പോലെ ഇന്ത്യയുടെ കാർഷിക മേഖലയിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ തീരുവയില്ലാതെ ഇറക്കുകയും നമ്മുടെ ഉൽപ്പന്നങ്ങൾ തിരിച്ചങ്ങോട്ട് കയറ്റുമതി ചെയ്യുമ്പോൾ കൂടിയ തീരുവ ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. അത് എന്തിനു വേണ്ടിയായിരിക്കും? ഇനി അടുത്തത് ക്ഷീരമേഖല. കുറച്ചു കാലം മുമ്പ് ഇവർ പറഞ്ഞ അമേരിക്കയിൽ നിന്ന് വരുന്ന പാലൊക്കെ നോൺ വെജ് പാലാണ്, അവിടെ ബോൺ മീൽ ഉപയോഗിച്ചിട്ടാണ് പശുക്കൾക്കൊക്കെ തീറ്റ കൊടുക്കുന്നത്, അതുകൊണ്ട് അവ നോൺ വെജ് പാലാണ്, ഇവിടുത്തെ വെജിറ്റേറിയൻ പാലിൻ്റെ ഗുണമില്ലെന്നൊക്കെയാണ്. ഇവർ വലിയ സസ്യാഹാരികളും അതിൻ്റെ പ്രൊമോട്ടേഴ്സും ഒക്കെയാണല്ലോ. ഇപ്പോൾ പിന്നെ എന്തിനാ അമേരിക്കയുടെ നോൺ വെജ് പാലും പാലുൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്? അപ്പോൾ ഇവിടുത്തെ ക്ഷീര കർഷകരെ വഞ്ചിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നോക്കിയാൽ 3% നമ്മുടെ കയറ്റുമതി തീരുവയുണ്ടായിരുന്നു. അത് 50 പിന്നെ 18 കുറച്ചു. ഇവർ പറയും 50 18 കുറച്ചപ്പോൾ ട്രംപിന് നന്ദിയുണ്ടേ എന്ന്. അതായത് 3 18 എന്ന് ഇവർ പറയുന്നില്ല. അപ്പോൾ അതങ്ങനെ കൂട്ടുന്നു. ഇനി ഒരു കാര്യം ചെയ്യട്ടെ, ഊർജം. നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്ന് കിട്ടുന്ന എണ്ണ അമേരിക്കയിൽ നിന്ന് കൂടിയ വിലയ്ക്ക് മേടിക്കുന്നു. ഇവിടെ ഇപ്പോൾ പത്മകുമാർ ഉണ്ടല്ലോ, ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരം നഗരത്തിൽ നിങ്ങൾക്ക് 100 രൂപയ്ക്ക് പെട്രോൾ കിട്ടുന്ന പമ്പുണ്ട്, 200 രൂപയ്ക്ക് പെട്രോൾ കിട്ടുന്ന പമ്പുണ്ട്. അപ്പോൾ താങ്കൾ എന്ത് ചെയ്യും? 200 രൂപയ്ക്ക് കിട്ടുന്ന പെട്രോൾ കിട്ടുന്ന പമ്പിൽ നിന്ന് മാത്രമേ ഞാൻ വാങ്ങുള്ളൂ എന്ന് താങ്കൾ പറയുമോ? അവിടുത്തെ മുതലാളി പറയുക, പത്മകുമാർ 200 രൂപയുടെ പെട്രോൾ കിട്ടുന്ന എൻ്റെ പമ്പിൽ നിന്നേ വാങ്ങുന്നുള്ളൂ, 100 രൂപയ്ക്ക് കിട്ടുന്ന അപ്പുറത്തെ പമ്പിൽ നിന്ന് വാങ്ങില്ല എന്ന് പറയുമ്പോൾ പത്മകുമാർ താങ്ക് യു എന്നാണ് പറയുക? അല്ലല്ലോ. ഇതിനെയാണ് നമ്മൾ പറയുന്ന വിധേയത്വം. വിശ്വഗുരു വലിയ വിധേയത്വത്തോടെ ട്രംപിന്റെ മുമ്പിൽ മുട്ടിലഴയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ട്രംപ് തീരുമാനിക്കുന്നു, മോദി താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുക, മോദി മറ്റൊന്നും പറയുന്നില്ല. എന്നിട്ട് നിങ്ങൾ പറയാ നരേന്ദ്രമോദി പറയുന്നത് കേൾക്കുന്നില്ലെന്ന്. ഇദ്ദേഹം പണ്ടും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നോട്ട് നിരോധിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് എത്രയാ 50 ദിവസം തന്നാൽ മതി, ഒക്കെ ശരിയാക്കി തരാമെന്ന്. ഒന്നും ശരിയായില്ല.
2014 വന്നപ്പോൾ പറഞ്ഞു 5 കൊല്ലം ഈ രാജ്യത്തെ ശരിപ്പെടുത്തുമെന്ന്. ശരിപ്പെടുത്തിയെന്ന് മാത്രമല്ല, മനുഷ്യർക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാതാക്കി. ഇപ്പോൾ നിങ്ങൾ പറയാം ഞങ്ങൾ ഇതൊക്കെ പറയുന്നത് രാജ്യദ്രോഹമാണെന്ന്. ഈ രാജ്യത്തെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മുമ്പിൽ തങ്കത്തളികൾ വെച്ചു കൊടുക്കുമ്പോൾ, ഈ രാജ്യത്തെ അപ്പാടെ വിൽക്കുമ്പോൾ അതിനെതിരെ പറഞ്ഞാൽ രാജ്യദ്രോഹം. നിങ്ങൾക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇല്ലെന്ന്, നിങ്ങൾക്ക് ഉണ്ടാവില്ല കോംപ്ലക്സ്. ഈ രാജ്യത്തിന്റെ പരമാധികാരത്തിൽ അമേരിക്കന്റെ പ്രസിഡന്റ് കയറി നിരങ്ങുമ്പോൾ നിങ്ങൾക്ക് കോംപ്ലക്സ് ഉണ്ടാകില്ല. അതിന് ആത്മാഭിമാന ബോധം ഉണ്ടാകണം, യഥാർത്ഥ രാജ്യസ്നേഹം ഉണ്ടാകണം. രാജ്യസ്നേഹം, RSSന്റെ രാജ്യസ്നേഹം ഇങ്ങനെയാണ്. രാജ്യത്ത് വല്ലവരും കയറി നിരങ്ങുമ്പോഴും അപ്പുറത്തുനിന്ന് നിരങ്ങാൻ വരുന്നവരെ പിന്തുണയ്ക്കുന്ന ശീലമാണ് RSSന് പണ്ടും ഉണ്ടായിരുന്നത്. ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ ഭരിച്ച കാലത്തും നിങ്ങൾ അവർക്ക് ഒളിസേവ ചെയ്യുന്ന പരിപാടിയിലായിരുന്നു. ഇന്നിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് ഈ രാജ്യത്തിന്റെ വ്യാപാര കരാറിലും ഈ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിലും ഈ രാജ്യത്തിന്റെ പ്രതിരോധ കാര്യങ്ങളിലും ഒക്കെ തീരുമാനമെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അമേരിക്കയുടെ മുമ്പിൽ പോയി മുട്ടിലഴയുന്ന നരേന്ദ്രമോദി എന്തിന്റെ പേരിൽ അഴയുന്നു എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടണ്ടേ? ഇവിടെ നിങ്ങൾ പറയുന്നില്ലേ ഈ രാജ്യത്തെ ജനങ്ങളോട് മറുപടി പറഞ്ഞോളാന്ന്. നിങ്ങൾ ജനങ്ങളോട് മറുപടി പറയാത്ത എന്തുകൊണ്ടാണെന്നറിയോ? കൃത്രിമമായിട്ട് EVM-ലൂടെ, കൃത്രിമമായിട്ട് വോട്ടർ പട്ടികയിലൂടെ, വോട്ട് ചോരിയിലൂടെ ഒക്കെ അധികാരത്തിൽ വന്നവർക്ക് വോട്ടർമാരോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ മുമ്പിൽ മുട്ടിലഴയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ സംശയിക്കുന്നു ഈ നരേന്ദ്രമോദിയും അംബാനിയും അദാനിയും എപ്സ്റ്റീൻ ഫയൽസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുമൊക്കെ ഈ വിറയ്ക്കുന്നത് ഇവരുടെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. ഇവരുടെ രാഷ്ട്രീയ ഭാവി നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും അമേരിക്കയുടെ മുമ്പിൽ മറ്റേ കച്ചവടത്തിന് വെച്ചു കൊടുക്കുന്നത്, തെരുവ് വാണിഭത്തിന് വെച്ചു കൊടുക്കുന്നത് രാജ്യദ്രോഹമാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ പേരാണ് രാജ്യദ്രോഹം. ട്രംപ് നിരന്തരം ഈ രാജ്യത്തെ ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഒരക്ഷരം മിണ്ടാത്ത മോദിയുടെ മൗനം പോലും രാജ്യദ്രോഹമാണെന്നുള്ള തിരിച്ചറിവ് BJPക്ക് ഉണ്ടാകണം. ശരി, പറയൂ ഷിജാർ. ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഒരു തേർഡ് റൈറ്റ് രാഷ്ട്രീയം പറയുമ്പോൾ അതിന്റെ പുറകെ മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവരെപ്പോഴും ഈ രീതിയിലാണ് പറയുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അവർക്ക് വിശ്വാസമല്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ ബഹുഭൂരിപക്ഷം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിൻ്റെ സുവർണ്ണകാലം എന്ന് പറയുമ്പോൾ ഇച്ഛാശക്തിയുള്ള, ദീർഘവീക്ഷണമുള്ള, കാര്യപ്രാപ്തിയുള്ള ഒരു പ്രധാനമന്ത്രിയെ കിട്ടുക എന്നുള്ളതാണ്. അത് ഒരു ഭരണാധികാരിയെ കിട്ടുക എന്നുള്ളതാണ്. അത് ആ പുണ്യമാണ് ഇന്ന് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞാൻ ഇവരിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 22 ഇപ്പോൾ എന്നോട് ചോദിച്ചു 200 രൂപയ്ക്ക് പെട്രോൾ കിട്ടും, 100 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോൾ 200 രൂപയ്ക്ക് വാങ്ങുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ ഭരണാധികാരി എന്നുള്ളതിൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് എവിടെയാണോ കുറഞ്ഞ വിലയ്ക്ക് പെട്രോൾ കിട്ടും അവിടെ നിന്ന് വാങ്ങും. 2022 വരെ ഞാൻ ചോദിച്ചോട്ടെ അഭിലാഷ്, 2022 വരെ നമ്മൾ റഷ്യയിൽ നിന്ന് 2022 വരെ നമ്മൾ റഷ്യയിൽ നിന്ന് പെട്രോളിയം വാങ്ങിയിട്ടുണ്ടോ? നമ്മുടെ കോൺഗ്രസിന്റെ ഭരണകാലത്ത് എന്നാണ് റഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തത്? ഒന്ന് പറയട്ടെ. യുക്രൈൻ യുദ്ധത്തോടെയാണല്ലോ സ്ഥിതിഗതികൾ മാറിയത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. 2022 വരെ റഷ്യയിൽ നിന്ന് നമ്മൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ടുണ്ടോ? കോൺഗ്രസിന്റെ ഭരണകാലത്ത് റഷ്യയിൽ നിന്ന് ഇറക്കിയിട്ടുണ്ടോ? ഇന്ത്യ ഭരിക്കാൻ ജനങ്ങൾ ഇന്ത്യ ഭരണാധികാരി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. എവിടെ നിന്ന് കുറച്ച് കിട്ടുമോ അവിടെ നിന്ന് വാങ്ങും. നാളെ വെനസ്വേലയിൽ നിന്ന് കിട്ടുമോ, അല്ലെങ്കിൽ മറ്റന്നാൾ വേറൊരു രാജ്യത്ത് നിന്ന് കിട്ടുമോ, നമ്മുടെ റഷ്യയിൽ നിന്ന് കിട്ടുമോ, എവിടെ നിന്ന് വാങ്ങും. പിന്നെ ഈ കരാറിനെ സംബന്ധിച്ച് കള്ളപ്രചരണമാണ് നടത്തുന്നത്. അതിന് അഗ്രികൾച്ചർ, ഡയറി സെക്ടർ ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴും ആ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വളരെ ഗുണകരമായൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളതെന്ന് ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കറിയാം, ഭരണാധികാരികൾക്കറിയാം. പിന്നെ കുറേ രാഷ്ട്രീയം ഇങ്ങനെ മോഡിയെ ട്രംപ് പറയുന്നത് അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് വിശ്വാസമില്ല. ഇവർക്ക് ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ വിശ്വാസമില്ല, ഇന്ത്യൻ പ്രസിഡന്റ് വിശ്വാസമില്ല, കോടതിയെ വിശ്വാസമില്ല, ഇലക്ഷൻ കമ്മീഷനെ വിശ്വാസമില്ല, ആരെ വിശ്വാസമില്ല. പിന്നെ അവരെ ധരിപ്പിക്കുക, അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വലിയ കാര്യമാണ്. അവരെ അതിന് ആ വഴിക്ക് നീക്കില്ല. ഒരു ഡീലിൽ ഇന്ത്യ ഗവൺമെന്റ് ഇടപെട്ട് അതിന്റെ വിശദാംശങ്ങൾ വരാൻ പോകുന്നു. മാർച്ചിൽ അതിന് പൂർണ്ണമായിട്ടും അത് നിലവിൽ വരുന്ന കാര്യങ്ങളുമാണ്. ഇന്ത്യ ആദ്യമായിട്ടൊരു കരാറിൽ ഏർപ്പെടുന്നതല്ലോ. 27 യൂറോപ്യൻ യൂണിയനുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. അതുപോലെ മറ്റു രാജ്യങ്ങളുമായി ഏർപ്പെടുന്നു, ഒട്ടുമിക്ക വികസിത രാജ്യങ്ങളുമായി കരാറിൽ ഏർപ്പെടുന്നു. അത് ഒരു രാജ്യത്തിന്റെ കടമയാണ്. ഈ രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. ആ ബോധ്യം ഇന്ത്യയിലെ ഇന്നത്തെ ഭരണാധികാരിയെ അയാളെ തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇന്ത്യയുടെ ഭാഗ്യമാണ് ഇത്രയും ഇച്ഛാശക്തിയുള്ള, കാര്യപ്രാപ്തിയുള്ള, ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയെയും ഒരു ഭരണകൂടത്തെയും ഈ അവസരത്തിൽ കിട്ടിയത്. ശരി, ഡോക്ടർ മോഹൻ വർഗീസ്, നമുക്കറിയാം രാജ്യത്തെ ഏറ്റവും വലിയ
ഒറേറ്റർ നരേന്ദ്രമോദിയാണ്. വളരെ കൺവിൻസിംഗ് ആയി സംസാരിക്കാൻ അറിയുന്ന നേതാവാണ് മോദി. പക്ഷേ ഈ അമേരിക്ക ട്രേഡ് എഗ്രിമെന്റിന്റെ കാര്യത്തിൽ ഇതുവരെ നരേന്ദ്രമോദി രാജ്യത്തെയോ അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിക്കാരെയോ എങ്കിലും കൺവിൻസ് ചെയ്യുന്നത് പോലെ എന്തെങ്കിലും പറഞ്ഞതായി നമ്മൾ കേൾക്കുന്നില്ല. ഇന്ന് രാഹുൽ ഗാന്ധി കടന്നാക്രമണം നടത്തുകയാണ് ചെയ്തത്. വ്യക്തിപരമായി കൂടി കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. കഴുത്തിന് പിടിച്ച് ശ്വാസം മുട്ടിച്ച് അമേരിക്ക കത്തിമുനയിൽ നിർത്തി ഒപ്പിടിച്ച ഡീലാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഹർദീപ് സിംഗ് പുരി പറഞ്ഞതാവട്ടെ, നിർമ്മല സീതാരാമൻ പറഞ്ഞതാവട്ടെ, ഇതൊക്കെ സർക്കാരിന്റെ മറുപടികളാണ്. അതിനപ്പുറത്ത് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരെ അടക്കം ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മറുപടി പ്രധാനമന്ത്രിക്ക് നൽകേണ്ടി വരില്ലേ? തീർച്ചയായും നരേന്ദ്രമോദി നല്ല പ്രഭാഷകനാണ്, ഒന്നാന്തരമായി ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ആളാണ്, വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ആളാണ്, ഇന്ത്യ കണ്ട ഏറ്റവും ഉജ്ജ്വലമായ വാഗ്മികളിൽ ഒരാളാണ്. പക്ഷേ നിർണായക സമയത്തെ മൗനം പാലിക്കുന്നു നമ്മുടെ ശക്തനായ പ്രധാനമന്ത്രി എന്ന ആരോപണം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് വരുമ്പോൾ അത് വിശദീകരിക്കാൻ പാർലമെന്റിനുള്ളിലും പാർലമെന്റിന് പുറത്തും നിർണായകമായ ഒരു കരാറിനെ കുറിച്ച് കാര്യമായ ആക്ഷേപം വരുമ്പോൾ അത് വിശദീകരിക്കാൻ കഴിയുമ്പോഴാണ്, ഡിഫെൻഡ് ചെയ്യാൻ കഴിയുമ്പോഴാണ് നമുക്ക് അന്തസ്സുണ്ടാകുക, രാജ്യത്തിന് വിലയുണ്ടാകുക. നോക്കൂ, നരേന്ദ്രമോദിയോട് ഡൊണാൾഡ് ട്രംപ് ചോദിച്ചിരിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം മുൻകൂട്ടി തന്നെ ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയോട് ചോദിച്ചു വെച്ചു, ഉക്രൈൻ പ്രസിഡന്റിനോട് ചോദിച്ചു വെച്ചു. ഡു യു ഹാവ് ദ കാർഡ്സ് മിസ്റ്റർ സെലൻസ്കി, ഡു യു ഹാവ് ദ കാർഡ്സ്? ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യൂ, അല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ കളിച്ച് ഇറക്കി കളിക്കാൻ വിലയുള്ള ചീട്ടുകളുണ്ടോ? അതില്ലായിരുന്നു ഉക്രൈന്. അപ്പോൾ ഡീൽ ഒപ്പിടേണ്ടി വന്നു. ഇന്ത്യയോടും അതേപോലെ ചോദിക്കുകയാണ്, കാർഡ്സ് ഉണ്ടോ എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ്. ചൈനയോട് ചോദിച്ചു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ കാർഡുണ്ട്, അതെന്താണെന്ന് കാണിച്ചു തരാം, നിങ്ങൾക്കുള്ള കയറ്റുമതി അങ്ങോട്ട് ഞങ്ങൾ നിർത്തുകയാണ്. എന്താണ്? റെയർ എർത്തിന്റെ കയറ്റുമതി നിർത്തുകയാണ്. അത് കാർഡാണ്, ചൈനയുടെ കയ്യിലുള്ള കാർഡാണ്. അങ്ങനെ 250% വരെ ലേലം കയറ്റി വിളിച്ച ആ ഒരു ടാരിഫ് അത് കൃത്യം 34% കുറച്ചു കൊണ്ടുവരാൻ ഡൊണാൾഡ് ട്രംപ് നിർബന്ധിതരായി. ഇവിടെയാണ് നമ്മുടെ കാർഡ് എന്താണ്, നമ്മുടെ ശക്തി, ഭാരതത്തിന്റെ ശക്തി എന്താണ്? അത് ഭരണഘടനയാണ്, സംവിധാൻ. പ്രതിപക്ഷം പറയുന്ന സംവിധാൻ, ഭരണപക്ഷവും പ്രതിപക്ഷവും ആണയിടുന്നത് സംവിധാനം 34 വളരെ മെച്ചമാണെന്ന് അദ്ദേഹം പറയുന്നത്. അല്ല, എത്രയായിരുന്നു? അല്ല, അവിടെ ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്ത്യ എന്ന് പറയുന്നത് നോക്കൂ, ലോകത്തെ ഏറ്റവും പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ്. 1.5 ബില്യൺ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യ എന്ന് പറയുന്ന. 1.5 ബില്യൺ ജനങ്ങളുള്ള ഒരു രാജ്യത്തെ, ആ മാർക്കറ്റിനെ അവഗണിച്ച് അമേരിക്കയ്ക്ക് പോകാൻ കഴിയുമോ? ശരിക്കും അമേരിക്കയെ പ്രഷറൈസ് ചെയ്യാൻ ഇതിനേക്കാൾ ഇപ്പോൾ 18% നിന്ന് നമ്മൾ അങ്ങോട്ട് ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് നടത്തേണ്ടി വരുമ്പോൾ 0% ബംഗ്ലാദേശിന് എന്ന് പറഞ്ഞാൽ അപ്പാരൽ രംഗത്ത് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ്. ചീപ്പ് അപ്പാരൽസ് ധാരാളം കിട്ടുന്ന സ്ഥലമാണ് ബംഗ്ലാദേശ്. അപ്പോൾ ബംഗ്ലാദേശിന് പോലും അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇത്രയും വലിയ മാർക്കറ്റായ 1.5 ബില്യൺ പീപ്പിൾ ഉള്ള ഇന്ത്യക്ക് എന്തുകൊണ്ട് ആ നെഗോസിയേഷനിൽ ആ വിലപേശൽ ശേഷിയില്ലാതെ പോകുന്നു? അതെ ശ്രീ അഭിലാഷ്, ആനയ്ക്ക് ആനയുടെ ബലം അറിയില്ല എന്നൊരു സേയിങ് ഉണ്ട്. ആനയുടെ ബലം അറിഞ്ഞാൽ പിന്നെ ആന ആളാകും. അതാണ് സത്യം. അതായത് ഇന്ത്യയുടെ ലോകത്തെ ഏറ്റവും വലിയ മിഡിൽ ക്ലാസ് മാർക്കറ്റ്, ഏതാണ്ട് 35-40 കോടിയോളം വരുന്ന ശക്തമായ പർച്ചേസിംഗ് പവറുള്ള ഇന്ത്യയുടെ വിഖ്യാതമായ മിഡിൽ ക്ലാസ്, അത് ഒഴിവാക്കിക്കൊണ്ട് ഒരു രാജ്യവും, അമേരിക്ക എന്നല്ല, യൂറോപ്യൻ യൂണിയൻ എന്നല്ല, ഒരു ശക്തിയും മുന്നോട്ട് പോവില്ല. ലോക വ്യാപാരത്തിൽ ഇന്ത്യ നിർണായക കണ്ണിയാണ്. കാരണം നമ്മുടെ മാർക്കറ്റാണ്. ഇതാണ് നമ്മുടെ കാർഡ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഏറ്റവും സ്ഫുടം ചെയ്തെടുത്ത, ടെക്നിക്കലി സ്കിൽഡ്, പ്രൊഫഷണലി ക്വാളിഫൈഡ് ഹ്യൂമൻ റിസോഴ്സാണ്. ചൈനയെക്കാളും മെച്ചപ്പെട്ട ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉള്ള രാജ്യമാണ് ഭാരതം എന്ന് ഓർക്കണം. ഇതാണ് നമ്മുടെ സ്ട്രെങ്ത്, ഇതാണ് നമ്മുടെ കാർഡ്. അതുണ്ടായിരിക്കുക. അത് മാത്രമല്ല, ജനാധിപത്യ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ഘടനകൾ, അവിടെയാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നത്. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിൽ ചോദ്യം ചോദിക്കാനാവില്ലേ? ദേശസുരക്ഷയെക്കുറിച്ച് കാര്യങ്ങൾ പറയാനാവില്ലേ? ഇവിടെ പാർലമെന്റിനുള്ളിൽ പറഞ്ഞില്ലെങ്കിൽ എവിടെയാണ് ദേശസുരക്ഷ ചോദ്യം സംസാരിക്കപ്പെടുക? ന്യായമായ ചോദ്യമല്ലേ? നമ്മുടെ സോവറിൻറ്റി, അത് ഭരണഘടനയുടെ ആദ്യ ഭാഗമാണ്. അത് പ്രിയാമ്പിളിൽ പറയുന്നത് സോവറിൻ. ആ സോവറിൻ എന്ന് പറഞ്ഞാൽ എന്താ? വിദേശ രാജ്യങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇന്ത്യക്ക് ബാധകമല്ല. അവിടെയാണ് റഷ്യയിൽ നിന്ന് എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്യില്ല എന്ന് പറയേണ്ടത് ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയോ ആണ്, അല്ലാതെ ഡൊണാൾഡ് ട്രംപ് അല്ല പറയേണ്ടത്. അത് അവിടെയാണ് സോവറിൻറ്റി എന്ന് പറയുന്നത്. നേരിട്ടങ്ങ് പരമാധികാരം എടുത്തുകൊണ്ട് പോയി എന്നല്ല, പരമാധികാരം കോംപ്രമൈസ് ചെയ്യപ്പെട്ടു എന്ന് പ്രതിപക്ഷത്തിന് പറയാൻ അവസരം കിട്ടിയത്. അനാവശ്യമായ പ്രസ്താവനകൾ അനവസരത്തിൽ മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് നടത്തുമ്പോൾ അതിന് ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയാനോ അല്ലെങ്കിൽ ഡാമേജ് കൺട്രോൾ നടത്താനോ പോലും ഇന്ത്യ കഴിയുന്നില്ല എങ്കിൽ സോവറിൻറ്റി ഈസ് കോംപ്രമൈസ്ഡ്.
അതുപോലെ സോഷ്യലിസ്റ്റ് കോംപ്രമൈസ് ചെയ്യപ്പെട്ടില്ലേ? നമുക്ക് 2006-2007 സമയത്ത് ആഗോള മാന്ദ്യമുണ്ടായപ്പോൾ നമ്മൾ പിടിച്ചു നിന്നത് നമ്മുടെ പൊതുമേഖലയുടെ ബലം കൊണ്ടാണ്. നമ്മുടെ ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ തകരാതിരുന്നതിന്റെ അടിസ്ഥാനം നമ്മുടെ സോഷ്യലിസ്റ്റ് ക്രെഡൻഷ്യൽസ് ആണ്. നമ്മുടെ മിശ്ര എക്കോണമിയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ റെസിലിയൻസ് ദാറ്റ് ഇസ് സ്റ്റെമിംഗ് ഫ്രം സോഷ്യലിസ്റ്റ് ക്രെഡൻഷ്യൽസ്. അതുപോലെ സെക്യുലറിസം, ഭാരതത്തിന്റെ ഫാബ്രിക് നോക്കൂ, ബഹുല സമൂഹം ഇല്ലേ, മതനിരപേക്ഷ സമൂഹമാണ്. അതിന്റെ ബലമൊന്ന് വേറെയാണ്. അതുപോലെ ഡെമോക്രസി, സംസാരിക്കാൻ, ആവിഷ്കരിക്കാൻ പാർലമെന്റിനോളം ശക്തമായ വേദി എവിടെയാണുള്ളത്? ഇതിനെയൊക്കെ ഒരു പരിധി വരെ ടൈലർ മെയ്ഡ് ചെയ്ത് കൊണ്ടുപോകുക, ഗൈഡഡ് ഡെമോക്രസി പോലെ കൊണ്ടുപോകുക എങ്കിൽ നമ്മുടെ കാർഡുകൾ വളരെ ബലഹീനമായി കൊണ്ടിരിക്കുന്നു. ദുർബലമായ കാർഡുകൾ ഇറക്കി കളിക്കാനാവില്ലാത്തത് കൊണ്ട് ഒരു സ്വപ്നം മാത്രം വിൽക്കാൻ നോക്കിയാണ്. 2047 ആകുമ്പോൾ വികസിത ഭാരതം ഇവിടെ ഉണ്ടാകും. അതിന് വൻപൻ ഡീലുകൾ ആവശ്യമാണ്. യൂറോപ്പുമായും അമേരിക്കയിലും വൻപൻ ഡീലുകൾ ആവശ്യമാണ് എന്ന് മൊത്തത്തിൽ കൊട്ടത്താപ്പിൽ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. അതിന്റെ പൊള്ളത്തരമാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഇന്നത്തെ ദിവസം വലിയ രീതിയിൽ ആഞ്ഞടിച്ചത്. ആ പശ്ചാത്തലത്തിലാണെന്ന് അഭിലാഷിന്റെ ഒരു ചിന്ത. ശ്രീ വി ശിവദാസൻ, ഇന്ത്യൻ പാർലമെന്റ് സെഷനിൽ ഇരിക്കുമ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യലിൽ ഇത് എഴുതുന്നത്, പ്രധാനമന്ത്രി മോദി നന്ദി പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പാർലമെന്റിന്റെ വെളിയിലാണ് പീയൂഷ് ഗോയൽ വാർത്താ സമ്മേളനം നടത്തുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ജനങ്ങളുടെ ഓരോ ജനത്തിന്റെയും പ്രതിനിധിയായിട്ടാണല്ലോ പാർലമെന്റ് അംഗങ്ങൾ 2 സഭകളിലും ഇരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു മിനിയേച്ചറാണ്, റെപ്രസെന്റേഷനാണ് ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത് നോക്കുകുത്തിയാവുകയും പ്രധാനമന്ത്രിയും സർക്കാരും പാർലമെന്റിനോട് അക്കൗണ്ടബിൾ ആകാതിരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയാണോ നമ്മൾ കാണുന്നത്? യെസ്, പ്രധാനമന്ത്രി പാർലമെന്റിൽ നടത്തേണ്ടുന്ന പ്രസ്താവന പാർലമെന്റിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വിദേശ ചർച്ചകൾ, അഗ്രിമെന്റുകളിൽ ഭാഗവാക്കാവേണ്ടത്, അതൊന്നും ഇവിടെ ഉണ്ടായില്ല. നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഹി ഹാസ് റിപ്പോർട്ടഡ് മീ. അദ്ദേഹം എന്നോട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ്. ആരാണ് മോദി, ആരാണ് ട്രംപ്? മോദി എന്നുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് മുകളിലല്ല ട്രംപ്. ട്രംപിന് റിപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കീഴുദ്യോഗസ്ഥനല്ല മോദി എന്ന് ഓർമ്മിക്കാൻ മോദിക്ക് കഴിയണം. മോദിയെ നിശ്ചയിച്ചിട്ടുള്ള നേതാവാക്കിയിട്ടുള്ള BJP എന്ന പാർട്ടിക്ക് കഴിയണം. ഇവിടെ മോദി ട്രംപിൻ്റെ കീഴുദ്യോഗസ്ഥൻ എന്നപോലെ പെരുമാറുന്നു. ട്രംപ് എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്തു കൊടുക്കുന്നു. ട്രംപിന് വേണ്ടി വഴിയൊരുക്കി കൊടുക്കുന്നു. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ പുതിയ മുഖം അമേരിക്കൻ കൊളോണിയലിസം എന്ന നിലയിൽ ഇന്ത്യയിൽ അടിത്തറയൊരുക്കുന്നതിന് വേണ്ടിയുള്ള അടിവേരുകളാണ് മോദി ഇവിടെ സൃഷ്ടിച്ചു കൊടുത്തിട്ടുള്ളത്. എന്താണ് പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പ്രസ്താവന? പീയൂഷ് ഗോയൽ പറഞ്ഞതും ഇപ്പോൾ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതും തമ്മിൽ എത്രയാണ് വൈരുദ്ധ്യം? വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള സോയാബീൻ കർഷകരുടെ, കിവി കർഷകരുടെ, അല്ലെങ്കിൽ ക്ഷീര കർഷകരുടെ, ഇവരെല്ലാം അനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങൾ അത് വർദ്ധിപ്പിക്കുന്നതിനിടയാക്കുന്നതാണ് ഈ കരാർ എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ഇവിടെ ബഹുമാന്യനായിട്ടുള്ള പത്മകുമാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഒപ്പിട്ടുള്ള കരാർ. ആ കരാറിൽ ഇന്ത്യക്കുണ്ടായിട്ടുള്ള നഷ്ടം ഭീകരമാണ്. ആ ഭീകരമായ നഷ്ടം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിൽ ഇപ്പോൾ നിലവിൽ കാർ മാർക്കറ്റിലുണ്ടായിട്ടുള്ള ഇടിച്ചൽ, അവരുടെ ഉൽപ്പാദന മേഖലയിലുണ്ടായിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി, മുതലാളിത്ത ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ രൂപപ്പെട്ടിട്ടുള്ള അതിഭീകരമായിട്ടുള്ള പ്രതിസന്ധി ഇന്ത്യക്കാരൻ്റെ ചുമലിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ പോയിട്ട് കരാർ ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഓരോ വിദേശ കരാറുകളും ഇന്ത്യൻ താല്പര്യം ഹനിക്കുകയാണ്. നേരത്തെ ഇറാനുമായി നമ്മൾ ഉണ്ടാക്കാൻ ആലോചിച്ചിട്ടുള്ള ഗ്യാസ് പൈപ്പ് ലൈൻ, ആ പൈപ്പ് ലൈൻ കരാറിൽ നിന്ന് ഇന്ത്യയെ പിൻവാങ്ങിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്ക നടത്തിയിട്ടുള്ള ഇടപെടൽ ഇപ്പോൾ നാം ഓർമ്മിക്കേണ്ടതാണ്. ക്രയോജനിക് സാങ്കേതികവിദ്യ ഇന്ത്യക്ക് കൈമാറാൻ പാടില്ല എന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ അന്ന് ഇന്ത്യൻ ജനത നടത്തിയിട്ടുള്ള സമരമുണ്ട്, അമേരിക്കക്കെതിരായി വിളിച്ചിട്ടുള്ള മുദ്രാവാക്യമുണ്ട്. ഓർമ്മിക്കണം, അന്ന് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ വളർച്ചയ്ക്ക് മുമ്പിൽ ഏറ്റവും വലിയ വിലങ്ങുതടിയായി നിന്നിട്ടുള്ള രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക എന്നുള്ളത്. ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വിലങ്ങുതടിയായി നിന്ന വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ വേണ്ടി മുൻകൈയെടുത്തിട്ടുള്ള, ഇന്ത്യയുടെ സ്വാശ്രയത്വത്തെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള, അതിനപ്പുറത്ത് ഇന്ത്യക്കെതിരായി ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ കൊടുത്തിട്ട് ഇന്ത്യയെ തന്നെ വെട്ടിമുറിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക. ആ അമേരിക്കക്ക് ഇന്ത്യയെ പണയം വെക്കുന്ന ഒരു കാഴ്ചയാണ് കരാറുകളിലൂടെ നാം കണ്ടിട്ടുള്ളത്. $500 മില്യൺ ഉൽപ്പന്നങ്ങൾ 5 വർഷം കൊണ്ട് വാങ്ങണം എന്ന് ട്രംപ് കൽപ്പിച്ചപ്പോൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു. ഇങ്ങ് അങ്ങോട്ട് വാങ്ങണ്ട, അങ്ങ് ഇങ്ങോട്ടേ വാങ്ങണ്ടു. ഓക്കുക, ഇവിടെ എവിടെയാണ് ഒരു സമത്വം ഉള്ളത്? ഒരു കരാറിലുണ്ടാക്കേണ്ടുന്ന സമത്വമില്ലേ? ഒരു ഭാഗത്തേക്ക് സാധനം വാങ്ങുക, മറുഭാഗത്തേക്ക് വാങ്ങണമെന്ന് പറയുന്നില്ല. ഒരു ഭാഗത്ത് തീരുവ ഏർപ്പെടുത്തുന്നു, മറുഭാഗത്ത് തീരുവയില്ല.
ഇതെങ്ങനെയാണ് സമതുലിതമായിട്ടുള്ള ഒരു സമന്മാർ തമ്മിലുള്ള കരാറാകുക? ഇത് സമന്മാർ തമ്മിലുള്ള കരാറല്ല, ഇത് ഒരു അടിമ രാജ്യം എന്നുള്ളതുപോലെ ഇന്ത്യയുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള കരാറാണ്. ഇതിനെതിരായി സംസാരിക്കാൻ രാജ്യസ്നേഹികൾ തയ്യാറാവുക എന്നുള്ളതാണ്. BJP-യിൽ രാജ്യസ്നേഹികൾ ഉണ്ടെങ്കിൽ, തെറ്റിദ്ധരിക്കപ്പെട്ടെങ്കിലും BJP-യിൽ എത്തിപ്പോയ രാജ്യസ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെതിരായി സംസാരിക്കണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന. ഇന്ത്യയുടെ സ്വാശ്രയത്വം സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും എല്ലാം ആവശ്യമാണ്. ശരി, ഋഷിജി ആർ പത്മകുമാർ, ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യയിലെ 1.5 ബില്യൺ പീപ്പിൾ, അതൊരു വലിയ, ഇന്ത്യയുടെ ഏറ്റവും വലിയ അസറ്റാണ്. ഡാറ്റ എന്ന് പറയുന്നത് ഈ ലോകത്തെ ഇപ്പോഴത്തെ ഏറ്റവും വിലപിടിച്ച ഒരു കാര്യമാണ്. അമേരിക്കയിലേക്ക് ഫ്രീ ഡാറ്റ ഫ്ലോ ഉറപ്പാക്കിക്കൊണ്ട് ആ നിലയിൽ കൂടി ഇന്ത്യയെ വഞ്ചിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി എന്നുള്ളതാണ് ആരോപണം. മറ്റനേകം കാര്യങ്ങളും അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. ടെക്സ്റ്റൈൽ സെക്ടർ, അഗ്രികൾച്ചർ സെക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ചു. എനർജി സെക്ടർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും വലിയ ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുമ്പോൾ ഉന്നയിക്കപ്പെട്ട ഓരോ പോയിന്റിനും കൃത്യമായ മറുപടി അത് പ്രധാനമന്ത്രിയിൽ നിന്ന് രാജ്യം ആഗ്രഹിക്കുന്നില്ലേ, പ്രതീക്ഷിക്കുന്നില്ലേ? ഇതുവരെ നടന്ന പാർലമെന്റ് ചർച്ചകളിലെല്ലാം തന്നെ പ്രധാനമന്ത്രി മറുപടി പറയേണ്ട കാര്യങ്ങൾക്ക് ബഡ്ജറ്റ് ചർച്ചയായാലും മറ്റു കാര്യത്തിലായാലും പ്രധാനമന്ത്രി പറയും. അതിലൊന്നും ഒരു സംശയമില്ല, അതിലൊന്നും ഒളിച്ചോടുന്ന ഒരു പ്രശ്നമല്ല. പ്രധാനമന്ത്രി പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം പറയും. രാജ്യത്തിനെതിരായി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ കൃത്യമായി അക്കമിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അത് നമുക്കറിയില്ല. പിന്നെ ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയെ ഡിഫെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഇവർ നടത്തുന്നുണ്ട്. അത് എത്ര ആരോപണങ്ങൾ, എത്ര കോടതിയിൽ പോയിട്ടുണ്ട്, അല്ലാതെ പാർലമെന്റിൽ ചർച്ച നടത്തിയിട്ടുണ്ട്, ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിലൊന്നുപോലും അതിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനോ ഒന്നുമില്ല. രാഹുൽ ഗാന്ധി ഒരു പ്രസംഗം നടത്തും, അത് കഴിച്ചിട്ട് പ്രധാനമന്ത്രി സംസാരിക്കാൻ വരുമ്പോൾ ഒരു തവണ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സമയവും അദ്ദേഹം ഇറങ്ങി പോകും. അവിടെ പാർലമെന്റിൽ എഴുതാൻ മറുപടി കേൾക്കുന്ന ഒരു സ്വഭാവം ഇല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ആത്മവിശ്വാസമുണ്ട്. നമുക്ക് ആത്മനിർഭർ ഭാരതത്തിലൂടെ ഇന്ത്യയെ ഒന്നാം സ്ഥാനത്ത്, ലോക ഗുരുസ്ഥാനത്ത് എത്തിക്കാൻ കഴിയുമെന്നുള്ളൊരു ബോധ്യം നമുക്കുള്ളിടത്തോളം കാലം ആരുടെയും കാല് പിടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാമല്ലോ, യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ കരാറിൽ ഒപ്പിട്ടതിന് ശേഷമാണ് അമേരിക്ക ഇടയിൽ ഒരു സമ്മതത്തിലേക്ക് വന്നിട്ടുള്ളത്. അതെന്താ കാര്യം? അന്ന് ട്രംപ് പറഞ്ഞ എന്താ, നരേന്ദ്രമോദി ഞാൻ ഫോൺ വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ല. അപ്പോൾ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട സമയങ്ങളിലെല്ലാം ശക്തമായി ഇന്ത്യയുടെ ഐഡന്റിറ്റി നിലനിർത്താൻ, ഈ ഭാരതത്തിൻ്റെ അവകാശം സംരക്ഷിക്കാൻ, ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ അറിയാം. പിന്നെ ഇവരിപ്പോൾ കുറേ കള്ളങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇന്ന മേഖല തകർന്നു, ഡാറ്റ കൊണ്ടുപോകുന്നു, ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഡീല് യാഥാർത്ഥ്യമായി വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് മാർച്ചിലേക്ക് ഒപ്പിടാൻ വരുമ്പോൾ, അല്ലെങ്കിൽ വളരെ സമീപമായി തന്നെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഉണ്ടാവും. അതിൽ നമുക്ക് വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാവും. ഇത് വെറും പുകമുറ സൃഷ്ടിച്ച് ഇന്ത്യ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ ഈ അധികാരം നഷ്ടപ്പെട്ടതിൽ നിന്നുള്ള ഒരു വിഷമമാണ്. പിന്നെ ഒരു കാര്യം ഞാനിപ്പോൾ പറയാം, ഇപ്പോൾ ജനാധിപത്യത്തെയും ഒക്കെ കൂടി, ഈ ജനാധിപത്യത്തിൻ്റെ സംരക്ഷണമൊക്കെ ഇവർ രണ്ടുപേരും പറഞ്ഞതുകൊണ്ട്, ശിവദാസനൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യം ഞാൻ പറയുകയാണ്, ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ തകർച്ച, ഇന്ത്യ ഒരു ഏകാധിപത്യ രാജ്യമാകുമായിരുന്നു. ആ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരായിട്ട്, ഇതിനെതിരായിട്ട് RSSും ജനസംഘം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ്. അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് വീണ്ടും ആ അവസ്ഥയിലേക്ക് തന്നെ പോകുമായിരുന്നു. അന്ന് ഈ പറയുന്ന ശിവദാസന്റെ പാർട്ടിയും മറ്റു ചില ആളുകളൊന്നും രംഗത്തില്ലായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അടിയന്തരാവസ്ഥക്കെതിരെ നിങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു. അവരെന്താണ് നടത്തിയതൊക്കെ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ 39-ാം ഭരണഘടനാ ഭേദഗതിയും 42-ാം ഭരണഘടനാ ഭേദഗതിയും ഒക്കെ ഒന്നെടുത്ത് വായിച്ചു നോക്കിയാൽ ഇന്ത്യയുടെ പോക്ക്, ജനാധിപത്യത്തിന്റെ സംരക്ഷണമൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ശരി, അല്ല ഇതിപ്പോ അതൊരു തർക്ക വിഷയമല്ലല്ലോ. അടിയന്തരാവസ്ഥ എല്ലാവരും എതിർത്തല്ലേ? അല്ല, ജനാധിപത്യത്തിന്റെ വലിയ പൂത്തലഞ്ച് കാലഘട്ടം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരി, ശ്രീ ജിൻഡോ ജോൺ, ഇത് ഇപ്പൊ നാളെ അല്ലെങ്കിൽ എന്നാണോ പ്രധാനമന്ത്രി സംസാരിച്ചാൽ രാഹുൽ ഗാന്ധി കേൾക്കുമോ? പ്രധാനമന്ത്രി സംസാരിച്ചാൽ രാഹുൽ ഗാന്ധി അല്ല ഈ രാജ്യത്ത് എല്ലാവരും കേൾക്കും. പക്ഷെ അതെല്ലാം കള്ളമാണെന്നുള്ള കാര്യത്തിൽ മുൻവിധി തന്നെ ഉണ്ടല്ലോ. കാരണം മുൻകാലങ്ങളിലും അങ്ങനെ തന്നെയാണ്. മോദിക്ക് ഒരു വലിയ വാചാലമായ ഭൂതകാലമുണ്ട്. വിദ്വേഷം, അതുപോലെ ഇതുപോലെ വെറുപ്പോ ഒക്കെ പറയുന്ന വലിയ വാചാലമായ ഒരു ഭൂതകാലമുണ്ട്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വാ തുറക്കുമ്പോൾ വല്ലാത്ത മൗനത്തിലേക്ക് പോകുന്നു. മോദിയുടെ മൗനം അത് സംശയകരമാണ്. ഇവിടെ 2047 ഇന്ത്യ എന്തോ ആക്കുമെന്നാണ് ഇവർ പറയുന്നത്. 2047 മോദി ഇങ്ങനെ തുടരുകയാണെങ്കിൽ 2047 അമേരിക്കയുടെ കോളനിയായിട്ട് ഇന്ത്യ മാറും. അപ്പോൾ അതിനെതിരെ നമ്മൾ പറയുന്നത് കള്ളപ്രചരണമെന്നാണ്. ട്രംപ് നടത്തുന്നതാണ് ശരിയായ പ്രചരണം, മോദി നടത്തുന്നത്
നടത്തുന്നതാണ് ശരിയായ പ്രചരണമെന്ന്, അല്ലെങ്കിൽ ഇവർ പറയണം യഥാർത്ഥ കാര്യം എന്താണെന്ന്. അത് പറയാൻ ഇവർക്ക് പറ്റുന്നില്ല. ലോകത്തിന്റെ മുമ്പിൽ രാജ്യത്തെ നാണം കെടുത്താണ് നമ്മൾ ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. ലോകത്തിന്റെ മുമ്പിൽ നാണം കെടുത്തുന്നത്, ഇന്ത്യയെ നാണം കെടുത്തുന്നത് നരേന്ദ്രമോദിയുടെ മൗനവും ട്രംപിന്റെ വാചാലതയുമാണ്. രാജ്യത്തിനെതിരെയുള്ള ആരോപണമല്ല ഞങ്ങൾ ഉന്നയിക്കുന്നത്, നരേന്ദ്രമോദിക്കും BJP സർക്കാരിനും എതിരായിട്ടുള്ള ആരോപണമാണ്. ഈ രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാണ്, ഈ രാജ്യത്തിന്റെ പേര് നരേന്ദ്രമോദി എന്നല്ല. അതുകൊണ്ട് മോദിക്കെതിരെ ചോദ്യം ചോദിക്കുമ്പോൾ അത് രാജ്യത്തിനെതിരായിട്ടുള്ള ചോദ്യമായിട്ട് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഈ രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്ന് തന്നെയാണ്. അത് BJP-കാരൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ശരി ശരി. ഇന്ത്യ എന്നാൽ ഇന്ദ്രിയമല്ല, ഇന്ത്യ എന്നാൽ മോദിയുമല്ല, ഇന്ത്യ ഇപ്പോ 150 കോടി ജനങ്ങളാണ്, നമ്മളാണ് ഇന്ത്യ. വളരെ നന്ദി. 4 പേർക്കും സൂപ്പർ അവസാനിച്ചു. നമസ്കാരം.